നമുക്ക് കണ്ണുകളടച്ച് കർത്താവിലേക്ക് നോക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ എങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഒരുമിച്ച് കർത്താവെ ഞങ്ങളായിരിക്കുന്ന എത്ര സന്തോഷകരമായ കാര്യമാണ്. അതെ കർത്താവെ, അവിടുത്തെ സാന്നിധ്യത്താല് ഞങ്ങളെ നിറച്ചതിനായിട്ട് ഞങ്ങൾ എങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങളത്തിന് സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു, ഒരു പൂജ്യമായിട്ട് താഴ്ത്തുന്നു. കർത്താവ് അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി സ്നേഹത്താൽ നിറച്ച് അവിടുത്തെ മുഖപ്രകാശം ഞങ്ങളിലേക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ മുഖപ്രകാശത്തിലാണല്ലോ കർത്താവെ അവിടുത്തെ തിരുവെഴുത്തുകളെ അവിടെ ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ചു തരുന്നത്. അങ്ങേ തന്നെ കാണുവാന് കർത്താവെ, അവിടുത്തെ ആ സ്നേഹത്തെയും കാർക്കശ്യത്തെയും മനസ്സിലാക്കുവാൻ, അവിടുത്തെ ഹൃദയത്തെ അറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങള് ബാബിലോണിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോഴും കർത്താവെ, അതിന്റെ കർത്താവെ ആ ബാബിലോണിൻ്റെതായ ഒന്നും ഞങ്ങളില് കർത്താവെ ഉണ്ടായിരിക്കാതെ കർത്താവെ, അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ ജഡത്തിലുള്ള ആ ബാബിലോണിൻ്റെതായ പല കാര്യങ്ങളും അവിടുന്ന് ഓരോ സമയത്തായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ കർത്താവെ അതിനെ അത് കഴുകി കർത്താവെ നിർമ്മലകാന്തയായിട്ട് ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഉണർത്തണം. കർത്താവെ, അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ മുഖപ്രകാശത്തെ കാണുമാറാക്കണം. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതൃകയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മള് വെളിപാട് പുസ്തകം 18-ാം അധ്യായം അതിന്റെ 20 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. 21 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം, വെളിപാട് പുസ്തകം 17-18 അധ്യായങ്ങളിൽ ബാബിലോൺ എന്ന് പറഞ്ഞൊരു വാക്ക് വളരെ സ്പഷ്ടമായിട്ട് വീണ്ടും വീണ്ടും ദൈവാത്മാവ് ആ 2 അധ്യായങ്ങളിലായിട്ട്, ദൈവവചനത്തിന് 2 അധ്യായങ്ങളിൽ അത്രയേറെ ശക്തിയോടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അത് ദൈവാത്മാവ് എത്രയധികം അതിനെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ് നമുക്ക് തരുന്നു എന്നുള്ളൊരു കാര്യം അതിൽ വ്യക്തമാണ്. മഹദിയം ബാബിലോൺ, ബാബിലോൺ ദ ഗ്രേറ്റ് എന്നുള്ള വാക്ക്, മഹദിയം എന്നുള്ള ആ മഹാനഗരം അല്ലെങ്കിൽ മഹദി, ആ മഹത്തായത് എന്നുള്ളൊരു വാക്ക് 11 തവണ വെളിപാട് പുസ്തകത്തിൽ ഈ ബാബിലോണിനെ കുറിച്ച് വീണ്ടും 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 പറയുമ്പോൾ അത് ലോകത്തിന്റെ കണ്ണിലുള്ള മഹത്വം ദൈവത്തിന്റെ കണ്ണില് എത്രമാത്രം അറപ്പുളവാക്കുന്ന കാര്യമാണെന്ന് ലൂക്കോസ് 16:15 കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ബാബിലോൺ എന്ന് പറയുന്നത് അത് വ്യാജമായിട്ടുള്ളൊരു ക്രിസ്തീയ കൂട്ടത്തെ, ക്രിസ്തീയ സഭയെ, വ്യാജമായിട്ടുള്ള ക്രിസ്തീയ മതത്തെ കുറിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിലുള്ള കർത്താവിന്റെ കാന്ത പുത്തൻ യെരൂശലേമായിട്ടുള്ള ഒരു കാന്തയായിട്ട് നമ്മളെ വെളിപാട് 19-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വെളിപാട് 19-ാം അധ്യായത്തിൽ ആ കുഞ്ഞാടിന്റെ കല്യാണ സദ്യയെ കുറിച്ചൊക്കെ നമ്മൾ അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുന്ന വെളിപാട് 19-ന്റെ വെളിപാട് 21-ന്റെ 10-ാമത്തെ വാക്യത്തിലാണ് പുത്തൻ യെരൂശലേം, ഹോളി സിറ്റി ജെറുസലേം, വിശുദ്ധ നഗരം, യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തരുന്നു. അതായത് മണവാട്ടി തന്റെ ബ്രൈഡൽ ചേംബറിൽ നിന്ന് വേലിക്കായിട്ട്, കല്യാണത്തിനായിട്ട് ഇറങ്ങുന്ന ആ ഒരു പ്രതീതിയെ നമ്മളവിടെ കാണുന്നത്. ദൈവ തേജസ് ഉള്ളവളായിട്ട് പുത്തൻ യെരൂശലേം അവള് ഇപ്പൊ ഒരുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുവോ. പരിശുദ്ധാത്മാവ് എന്ന ബ്യൂട്ടീഷ്യൻ അവളെ വചനമാകുന്ന ക്രിസ്തു തന്നെ ആകുന്ന ആ ദൈവ വചനത്താലെ കഴുകി അവളുടെ മേക്കപ്പ് എല്ലാം ഇട്ടുകൊണ്ടിരിക്കുവാണ്. അതായത് കറയും ചുളുക്കമൊക്കെ മാറ്റി, പാപത്തിന്റെ കറ, പഴക്കത്തിന്റെ ചുളുക്കം അതെല്ലാം മാറ്റി തേജസ്സുള്ള കാന്തയായിട്ട്, കാന്തനെ മുൻനിർത്തേണ്ടതിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുക്കപ്പെട്ടവളായിട്ട് ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കായിട്ട് തങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തവരാണ് കാന്തയുടെ ഭാഗമായിട്ടായി തീരുന്നത്. എന്നാൽ 60%, 30% ഒക്കെ മാത്രം പരിശുദ്ധാത്മാവിന്റെ പ്രോംപ്റ്റിങ്സിനെ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തവര് കുഞ്ഞാടിന്റെ കല്യാണത്തിന് വിളിക്കപ്പെട്ടവരായിട്ട് അവരെ ആയിരിക്കുന്ന ഒരു പ്രതീതിയ, അങ്ങനൊരു അവശേഷമാണ് നമ്മൾ വെളിപാട് 19-ന്റെ 9-ാമത്തെ വാക്യത്തിലൊക്കെ കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അപ്പൊ കുഞ്ഞാടിന്റെ കല്യാണത്തിന് കാന്തയുണ്ട്, ക്ഷണിക്കപ്പെട്ടവരും ഉണ്ട്. കാന്ത 100% പരിശുദ്ധാത്മാവിന്റെ, കാന്ത എന്ന് പറയുമ്പോൾ 100% എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്നല്ല. അങ്ങനെ ഒരു യേശുകർത്താവ് അല്ലാതെ മനുഷ്യനായിട്ട് വന്നിട്ടുള്ള ഒരു യേശുകർത്താവ്, ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് കർത്താവ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് 100% പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചു എന്ന ബാക്കി ഏറ്റവും വലിയ അപ്പോസ്തലന്മാരുൾപ്പെടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകളും പ്രശ്നങ്ങളും പരാജയങ്ങളും അവിവേകങ്ങളും അബദ്ധങ്ങളും എല്ലാം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം മധ്യത്തിൽ, എല്ലാ വീഴ്ചകളുടെയും പരാജയങ്ങളുടെയും എല്ലാ മധ്യത്തിലും വീണ്ടും സമ്പൂർണമായിട്ടും കർത്താവിനെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്ന ഹോൾ ഹാർട്ടഡ് ആയിട്ട് ദൈവത്തിന്റെ ആ ഒരു പ്രേരണയ്ക്ക്, തങ്ങളുടെ ജീവിതത്തിലുള്ള ആ കുറവുകളെ കുറിച്ചുള്ള തികഞ്ഞ ബോധ്യത്തോടെ ഹോൾ ഹാർട്ടഡ് ആയിട്ട് ദൈവത്തിന്റെ മുമ്പാകെ കർത്താവെ ഒരു നിമിഷം പോലും
പാപം ചെയ്യേണ്ട അല്ലെങ്കിൽ അങ്ങേ വിഷമിപ്പിക്കുന്നതായിട്ടൊന്നും ഒരു മനോഭാവമോ ഒരു ചിന്തയോ ഒരു ലക്ഷ്യമോ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒന്നും എന്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള ഒരു പൂർണ്ണമായിട്ടും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, വീണ്ടും വീണ്ടും തങ്ങളുടെ ജീവിതത്തിലെ വീഴ്ചയോ താഴ്ചകളോ എന്തെങ്കിലും ഉണ്ടായാൽ പോലും വീണ്ടും വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ളവരാണ് കാന്തയുടെ ഭാഗമായിട്ട് തീരുന്നതായിട്ട് നമ്മൾ ദൈവജനത്തിൽ ജയിക്കുന്നവരാണ് എന്റെ വലതുഭാഗത്ത് ഇരിക്കുവാൻ അവർക്ക് അവരം നൽകുന്നതെന്ന് വെളിപാട് 3:21 നമ്മൾ വായിക്കുമ്പോൾ എല്ലാവർക്കും കർത്താവിന്റെ വലതുഭാഗത്ത് കാന്തയായിട്ടിരിക്കുവാനുള്ള വരം ലഭിക്കും എന്ന് നമുക്ക് വ്യാമോഹിക്കാൻ പറ്റില്ല. ഇന്ന് പൊതുവെ നമ്മൾ ക്രിസ്ത്യകുലത്തില് സഭ കാന്തയാണ് എന്ന് പറയുമ്പോൾ സഭ സമ്പൂർണമായിട്ട് സഭയില് എല്ലാവരും വിളിക്ക് വേർതിരിക്കപ്പെട്ടവര് അതില് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പിൻപറ്റുന്നവരുണ്ട്. എന്നാൽ പാതി ഹൃദയത്തോടെ അവര് രക്ഷയിൽ അങ്ങ് നിലനിൽക്കുന്നു, എന്നാൽ അവിടെ എത്തുകയും ചെയ്യുന്നു എന്ന കർത്താവിന്റെ കാന്തയായിട്ട് വെളിപ്പെടാത്ത ഒരു 60%, 30% അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ വിശേഷവും വേരിയിങ് ഡിഗ്രീസ് ഓഫ് റിവാർഡ്സ്, പ്രതിഫലത്തിൽ തന്നെ അതിന്റെ ഏറ്റക്കുറച്ചിലുകളെ കുറിച്ചും ഒക്കെ കർത്താവ് തന്നെ പല പാരബിൾസ് ആയിട്ട് ഉപമകളായിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ സഭ ഒന്നടങ്കം അങ്ങ് കാന്തയാകുന്നു. സഭയാണോ കാന്ത വെച്ചാൽ അത് സഭ തന്നെയാണ് കാന്ത എന്ന സഭയിലുള്ള എല്ലാ വീട്ടിൽ ജനിക്കുന്നവരും എല്ലാവരും അങ്ങ് ഒരേപോലെ കാന്തയുടെ ഭാഗമായി തീരും എന്നുള്ളൊരു കാര്യം നമ്മൾ വെളിപാടിലത് കാണുന്നില്ല. അത് ഏറ്റവും ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു 144,000 എന്നുള്ള ഒരു ചെറിയ സംഖ്യ, അതൊരു അക്ഷരികമായ സംഖ്യയല്ല. വെളിപാട് പുസ്തകത്തിലെല്ലാം അലങ്കാരികമായ പ്രയോഗങ്ങൾ എന്നുള്ള സയൻസോടാണ്, അടയാളങ്ങളോടാണ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെളിപാട് 1-ന്റെ 1-ാമത്തെ വാക്യം മുതലേ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ന ഒരു ചെറിയൊരു സംഖ്യ, എണ്ണമില്ലാത്തൊരു പുരുഷാരം ദൈവത്തെ ആരാധിക്കുന്നതായിട്ട്, ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് വെളിപാട് 7:9 നമ്മൾ കാണുമ്പോൾ വെളിപാട് 14:1 ഒരു എണ്ണാൻ പറ്റുന്ന ഒരു 1,44,000 പേരെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് ഈ കാന്തയാകുന്ന യെരുസലേമിന് കോൺട്രാസ്റ്റ് ആയിട്ട് ബാബിലോൺ എന്നുള്ള ആ ഒരു വേശ്യ കർത്താവിന്റെ പേരും പറഞ്ഞ് എന്ന ലോകത്തിന് പിന്നാലെയാണ് പോക്ക്. യേശുവിലാണെന്ന് വിശ്വാസം, കീശയിലാണെന്ന് ആശ്വാസം എന്ന് പറയുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാല് അവർക്ക് യേശു എന്നാണ് അവർ പറയുന്നത്, യേശു എന്ന് പറയും എന്ന് അവരുടെ കീശ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിലാണ് അവർക്ക് ഇത്ര കോടി രൂപ വേണം എന്ന് ദൈവാത്മാവ് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് പ്രവചിക്കുന്ന യൂട്യൂബിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. ജാതികൾക്ക് പോലും പരിഹാസപാത്രമായിട്ട് ദൈവദാസരെന്ന് പേരെടുത്ത ആൾക്കാര് ദൈവം ഓരോരുത്തരെ സ്റ്റേജിൽ വിളിച്ച് ഇത്ര കോടി രൂപ വേണം, അപ്പം നിങ്ങൾ അതെല്ലാം ഇന്ന അക്കൗണ്ടിലോട്ട് ഇടണം, അതിന്റെ ഗൂഗിൾ പേയോ അതിന്റെ സ്കാൻ നമ്പറും കാര്യങ്ങളും ഒക്കെ അതുപോലെ അപഹാസ്യമായ എണ്ണം ഉള്ള തരത്തിലുള്ള സ്വന്തം സാമ്രാജ്യങ്ങള്, യേശുവിന്റെ പേര് പറഞ്ഞ് സ്വന്തം സാമ്രാജ്യങ്ങള് വിപുലീകരിക്കുന്ന ബാബിലോണിന്റെ വക്താക്കള് നമ്മള് യൂട്യൂബ് ക്രിസ്ത്യൻ TV ചാനൽസിലും, ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഈ TV ചാനൽസ്, ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ 2-3 .com ഇട്ടാലും പറ്റാത്ത തരത്തിലുള്ള ക്രിസ്ത്യൻ TV ചാനൽസിലും ക്രിസ്ത്യൻ യൂട്യൂബ് ചാനൽസിലും ഒക്കെ അതുപോലുള്ള ബാബിലോണിയൻ പ്രവാചകർ എന്ന് പറയുമ്പോൾ കള്ളപ്രവാചകരെയൊക്കെ നമ്മൾ കാണാനൊപ്പം. അതായത് പൈസ താ യേശു അപ്പോസ്തലന്മാരൊന്നും തങ്ങളുടെ ആവശ്യത്തിന് തങ്ങളുടെ മിനിസ്ട്രിക്കായിട്ടോ ആരുടെ അടുത്തൊന്നും പൈസ ചോദിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നില്ല. തങ്ങളുടെ ആവശ്യത്തിനായിട്ട് ചോദിക്കുന്നില്ല. അവിടെ സഭയിലുള്ള ചില പാവപ്പെട്ട വിശ്വാസികൾക്കായിട്ട് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് പൗലോസ് അവിടെ കൊരിന്തിലുള്ള സഭകൾ അവര് അതിന് ഉള്ള ഒരു സന്നദ്ധത, അവര് കൈത്താങ്ങ് കൊടുക്കാനുള്ള ഒരു സന്നദ്ധത അറിയിച്ചത് കൊണ്ട് അത് നിങ്ങളത് ശേഖരിച്ച് വെച്ച് അത് യെരുശലേമിലുള്ള പാവപ്പെട്ട വിശ്വാസികൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു കാര്യം പറയുന്നതല്ലാതെ അത് പാവപ്പെട്ട ബാക്കിയുള്ള വിശ്വാസികൾക്ക് കൊടുക്കാൻ വേണ്ടി പൗലോസ് ഉത്സാഹിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ തന്റെയോ തന്റെ മിനിസ്ട്രിക്കോ ആയിട്ട് യേശുവോ പൗലോസോ അല്ലെങ്കിൽ ഒരു അപ്പോസ്തലന്മാരോ ഒന്നും പൈസ ചോദിക്കുകയോ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വ്യംഗ്യമായിട്ട് അയച്ച് പൈസക്കായിട്ട് യാചിക്കുകയോ ചെയ്യുന്ന യാചകന്മാരുടെ കൂട്ടത്തിലില്ലായിരുന്നു. എന്നാൽ ഇന്ന് യേശുവിന്റെ അംബാസിഡേഴ്സ് എന്ന് പറയുന്ന കള്ളപ്രവാചകന്മാര് ദൈവവചനത്തിന് തീർത്തും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ 3 യോഹന്നാൻ അതിന്റെ 7-ാമത്തെ വാക്യത്തില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, യോഹന്നാന്റെ 3-ാമത്തെ ലേഖനം അതിന്റെ 7-ാമത്തെ വാക്യം, ഒരു അധ്യായമുള്ള 7-ാമത്തെ വാക്യത്തിൽ, തിരുനാമ നിമിത്തമല്ലോ അവർ ജാതികളോടൊന്നും വാങ്ങാതെ പുറപ്പെട്ട അപ്പോസ്തലന്മാരുടെ മാതൃക എവിടെ കിടക്കുന്നു എന്ന
കൺവെൻഷൻ എന്നും പറഞ്ഞ് അല്ലെങ്കിൽ വേറെ പല പല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുട്ടിഘോഷിച്ച് ഈ ജാതികളായിട്ട് പാവം പിടിച്ച ആൾക്കാര് ഹീലിങ്ങിനായിട്ടോ അല്ലെങ്കിൽ അത്ഭുതം സൗഖ്യത്തിനായിട്ടോ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടക്കേണ്ടതിനായിട്ടോ കടക്കണിന്ന് മാറാനോ ഒക്കെ ആയിട്ട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ അവർ വീണ്ടുജനം പ്രാപിച്ചിട്ടില്ലാത്ത എത്രയോ ജാതികളായിട്ടുള്ളവര് വന്ന് നിൽക്കുമ്പോൾ അവരുടെ എല്ലാം മധ്യത്തില് ഇതുപോലെ സ്വത്ത് കാഴ്ചപ്പെട്ടിയും അതുപോലുള്ള ബാഗോ അതുപോലുള്ള കാര്യങ്ങളോ ഒക്കെ പാസ് ചെയ്ത് ആ ജാതികളിൽ നിന്ന് ഈ ഓഫറിങ്സ് ഒക്കെ എടുത്ത് സ്വന്തമായിട്ടുള്ള ബിസിനസ്സിനോ ഇതുപോലുള്ള ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്ന കാര്യങ്ങൾക്കും ഒക്കെ ചെലവഴിക്കുമ്പോൾ അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ബാബിലോൺ. അതാണ് ഈ ബാബിലോൺ എന്ന് പറയുന്നത്. യേശുവിന്റെ പേരും പറഞ്ഞ് കീശ വർദ്ധിപ്പിക്കുന്ന ആൾക്കാര്. അപ്പൊ അതാണ് വെളിപ്പാട് 17-ാം അധ്യായം 18-ാം അധ്യായത്തിൽ കാണുന്ന ബാബിലോൺ. ആ ബാബിലോൺ ആണ് നമ്മൾ ഇന്ന് ചുറ്റും തിരിഞ്ഞു നോക്കിയാല് മിക്ക സഭകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ കാടടച്ച് ആക്ഷേപിക്കുമല്ല. യഥാർത്ഥത്തില് ദൈവഭയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ചുരുക്കം ചിലര് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ഭൂരിഭാഗം ഈ ഒരു പേരും പറഞ്ഞ ഒരു കർത്താവിന്റെ നാമത്തിന് അപമാനമായി തീരുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചുറ്റുപാടും കൂടുതലും കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തില് ദൈവവചനത്തിലൊരു താല്പര്യവും ദൈവാത്മാവിനോടുള്ളൊരു ആഭിമുഖ്യവും ദൈവോന്മുഖമായിട്ട് അവര് ദൈവാത്മാവിന്റെ ആ ഒരു നടത്തിപ്പിനനുസരിച്ച് ദൈവവചന പ്രകാരം ആഗ്രഹിക്കുന്നവർക്ക് ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്തും. ഇവന് ജാതികൾക്ക് പോലും ഇവരുടെ പൊട്ടത്തരങ്ങളും ഒക്കെ മനസ്സിലായി അവരെ വിളിച്ചു പറയുന്നത്. അത്രയും പോലും വിവേചനം എന്ന് പറയുന്ന കാര്യം ഈ വിശ്വാസികൾ എന്ന് പറയുന്ന പല ആൾക്കാർക്കും ഇല്ലാതെ പോകുന്നു എന്നുള്ളൊരു കാര്യം. അപ്പൊ അങ്ങനെ ആ ബാബിലോണിന്റെ വലിയ ന്യായവിധിയെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുകയായിരുന്നു. അപ്പം ബാബിലോൺ ഒരു രാജ്ഞിയെ കണക്കെ, ഇപ്പൊ മഹദിയാൻ രാജ്ഞി, ഞാനൊരു വലിയ രാജ്ഞിയ, ഞാൻ വിധവയൊന്നും അല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഞെളിഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ 18-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞിട്ട് അവളുടെ 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ബാബിലോൺ എന്ന മതവ്യവസ്ഥിതിയാണെങ്കിൽ ബാബിലോൺ എന്ന കമേഴ്ഷ്യൽ സിസ്റ്റം, വാണിജ്യ വ്യവസ്ഥിതിയാണ് നമ്മൾ 18-ാം അധ്യായത്തിൽ കാണുന്നത്. ആ 18-ാം അധ്യായത്തിൽ താൻ രാജ്ഞിയാണ്, ഞാൻ വിധവയല്ലെന്നൊക്കെ പറഞ്ഞതിന്റെ 7-ാമത്തെ വാക്യം, അത് യെശയ്യാവ് 47-ന്റെ 7-8 വാക്യങ്ങളിൽ നിന്നുള്ള ഉദ്ധരണിയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇത്രയും വലിയ സിറ്റി പെട്ടെന്ന് ഒരു ദിവസം ഒരു നാഴിക കൊണ്ട് അത് താഴേക്ക് എറിയപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം വലിയൊരു ന്യായവിധി നടക്കുന്നു, പെട്ടെന്ന് കാര്യങ്ങൾ ഒരു നാഴിക കൊണ്ട് 10-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നത്. ഇൻ 1 hour your judgment has come. 18-ന്റെ 10-ാമത്തെ വാക്യം, 1 മണിക്കൂർ കൊണ്ട് നിന്നെ ന്യായവിധി വന്നല്ലോ എന്ന് പറഞ്ഞ് ഓരോരുത്തർ പൊട്ടിക്കറിയുന്നത് ഈ മെർച്ചൻസ്, വാണിജ്യ, അതായത് ഇതിന്റെ പേരും പറഞ്ഞ് കർത്താവിന്റെ പേരും പറഞ്ഞ് വലിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് കരച്ചിലൊക്കെ വന്നു. അവര് നെഞ്ചത്തടിച്ച് നിലവിളിക്കും, അയ്യോ വീണേ, അയ്യോ വീണേ. 16-ാമത്തെ വാക്യം, അയ്യോ അയ്യോ മഹാനഗരമേ. അയ്യോ വീണേ എന്ന് ഞാൻ പറയുന്നതല്ലേ, ഇത് വെളിപ്പാട് 18-ന്റെ 16-ാമത്തെ വാക്യം, അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ വസ്തു അങ്ങനെയൊക്കെ ഉള്ള ആള് അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ, അവർക്ക് സമ്പത്ത് നശിച്ചു പോയതിലാണ് പ്രയാസമുള്ളത് എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും. അത് കഴിഞ്ഞിട്ട് ഇത്ര വലിയ സമ്പത്തെല്ലാം വേസ്റ്റ് ആയി പോയല്ലോ, ഇത് ഞങ്ങൾക്ക് തന്നായിരുന്നെങ്കിൽ ഞങ്ങളെ ഉപയോഗിച്ചില്ലല്ലോ എന്നുള്ള രീതിയിൽ ഈ നഗരത്തിന് തുല്യമായി, ഈ മഹാനഗരത്തിന് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ച് പറഞ്ഞു. 18-ാമത്തെ വാക്യം, അവളുടെ ഐശ്വര്യത്താൽ എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്തിച്ച് വർദ്ധിപ്പിച്ച മഹാനഗരം, ഹു ബിക്കെയിം റിച്ച് ബൈ ഹർ വെൽത്ത്. അങ്ങനെയുള്ള കപ്പലുകളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നത്. കപ്പലുള്ളവർക്ക് എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ. അത് കഴിഞ്ഞിട്ട് അപ്പോ ആ സമയത്ത് ദൈവമക്കൾ ഇവരെല്ലാം നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോൾ ദൈവമക്കളും ദൈവത്തിന്റെ പ്രവാചകന്മാരോടും അപ്പോസ്തലന്മാരോടും വിശുദ്ധന്മാരോടും സ്വർഗം എന്താ പറയുന്നത്? സ്വർഗമേ, 20-ാമത്തെ വാക്യം, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉള്ളവരെ ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിക്കുവിൻ. അതായത് ദൈവ മക്കളുടെ രക്തം ചൊരിച്ചിലാണ് ഇവളുടെ ഹോബി, പ്രവാചകന്മാരുടെ രക്തം ഊറ്റി കുടിക്കുന്നതാണ് ഇവളുടെ വിനോദം. അതാണ് നമ്മുടെ 24-ാമത്തെ വാക്യത്തിൽ, പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. അവൾ ആ രക്തം കൊണ്ട് എല്ലാവരെയും മതോന്മത്തരാക്കി കളഞ്ഞ ഒരു വേശ്യയാണെന്നുള്ള കാര്യമാണ് നമ്മൾ എവിടെ വായിക്കുന്നേ? ഇവൻ അതിന്റെ 17-ാം അധ്യായത്തില് അതിന്റെ
ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി എന്ന് നമ്മൾ അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. പിന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഡ്രങ്ക് വിത്ത് ദ വൈൻ ഓഫ് ഇമൊറാലിറ്റി എന്നുള്ളൊരു കാര്യം വായിക്കുന്നു. ഇമൊറാലിറ്റി എന്ന് പറയുമ്പോൾ അക്ഷരികമായിട്ടുള്ള വ്യഭിചാരം ഉണ്ട് ജഡിക സുഖങ്ങളുടെ കൂട്ടത്തിൽ, എന്ന ആത്മീയമായ വ്യഭിചാരം, ആത്മീയ വ്യഭിചാരണികളായുള്ളവര് ലോകത്തോടുള്ള ചങ്ങാത്തം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് യാക്കോബ് 4:4 പറയുമ്പോൾ അതാണ് ആത്മീയ വ്യഭിചാരം. യേശുവിന്റെ പേര് പറഞ്ഞ ലോകം. ലോകം എന്ന് പറഞ്ഞാൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് 1 യോഹന്നാൻ 2:16 വായിക്കുന്നു. കൺമോഹം എന്ന് പറഞ്ഞാൽ കാണുന്ന കാര്യങ്ങളെല്ലാം വേണം എന്നുള്ള ആ ഒരു പണസ്നേഹമാണ് കൺമോഹം. കൺമോഹം, ജഡമോഹം, ലൈംഗികത, ഭക്ഷണം, ഉറക്കം, അങ്ങനെയൊക്കെയുള്ള ദൈവം വെച്ചിരിക്കുന്ന വൃത്തത്തിന് വെളിയിലേക്ക് കാര്യങ്ങളെല്ലാം പോകുന്ന ഒരു അവസ്ഥ. പിന്നെ ജീവനത്തിന് പ്രതാപം, സ്വന്തം ഫെയിം, പേര്, പെരുമ, ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇതിന്റെ പിന്നാലെ പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ, അതാണ് ഈ 3 കാര്യങ്ങളാണ് ലോകം. പണം, ജഡിക സുഖങ്ങള്, മനുഷ്യമാനം, അതാണ് കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. മണി, ഓണർ, പ്ലഷേഴ്സ്, MHP, മോസ്റ്റ് ഹോളി പ്ലേസിന് MHP എന്ന് പറയാം. ഈ മണി, ഓണർ, പ്ലഷേഴ്സ്, ഈ 3 കാര്യത്തിന് ഓർക്കാൻ ഒരു നിമോണിക് ആയിട്ട് ഞാൻ MHP എന്ന് എഴുതുന്നത്. ഈവൻ MHPയുടെ പേര് ഫുൾ ഫോം മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്, ഞങ്ങളുടെ സൈക്യാട്രി ഉൾപ്പെടുന്ന എല്ലാത്തിനും മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന് MHP എന്ന് പറയും. അപ്പം ഞാൻ സാധാരണ വരുന്ന സമാഗമനം കൂടാതെ തന്നെ മോസ്റ്റ് ഹോളി പ്ലേസിന് MHP ആണ്, മോസ്റ്റ് ഹോളി പ്ലേസ്. എന്നാൽ ഇതേ MHP തന്നെ മണി, ഓണർ, പ്ലഷേഴ്സ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ്, അതാണ് ലോകം. ആ ലോകത്തിന് യേശുവിന് പേരെടുക്കുന്നു. ജാതികളായിട്ടുള്ളവര് ബാബിലോണിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. എന്നാൽ യേശുവിന്റെ പേരെടുത്ത് ഈ ലോകമാകുന്ന ജാരന്റെ പിന്നാലെ പോകുമ്പോഴാണ് ഇത് വേശ്യാവൃത്തിയായി മാറുന്നത്. മറ്റേത് ജാതികൾ എന്ന് പറയുമ്പോൾ അവര് ലോകക്കാർ തന്നെയാണ്, അവര് ലോകത്തിന്റെ എല്ലാം, അവര് ലോകക്കാരാണ്, ലോകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അവര് ലൗകികന്മാരായിട്ട് ജീവിക്കുന്നു. എന്നാൽ യേശുവിന്റെ പേര് പറഞ്ഞ് ഈ പണത്തിന്റെ പിന്നാലെയും മനുഷ്യമാനത്തിന്റെ പിന്നാലെയും ജഡിക സുഖങ്ങളുടെ പിന്നാലെയൊക്കെ പോകുന്ന, അങ്ങനെ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ആ ഒരു ബാബിലോൺ എന്ന മഹാവേശ്യ, അത് റോമിൽ ആസ്ഥാനമായിട്ടുള്ള റോമൻ കത്തോലിക്ക സഭയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അതിന്റെ മക്കളായിട്ടുള്ള ഈ മഹാവേശ്യയായിട്ടുള്ള ആ ബാബിലോണിന്റെ വേശ്യാപുത്രന്മാരെ കുറിച്ചാണ് വെളിപാട് 17:5 അതിൽ നിന്ന് വേർപെട്ട് വന്നു എന്ന വീണ്ടും ആ വേശ്യയുടെ ആത്മാവിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉള്ള പെന്തക്കോസ്ത്, കരിസ്മാറ്റിക് കൂട്ടങ്ങളും വേർപെട്ട കൂട്ടങ്ങളും എല്ലാം, ഇന്നത്തെ നവപെന്തക്കോസ്ത് കൂട്ടങ്ങളും അങ്ങനെയല്ലേ എല്ലാം ഈ ഒരു ബാബിലോണിയൻ സ്പിരിറ്റിലേക്ക് അങ്ങ് അധപ്പതിച്ചു പോയ ഒരു അവസ്ഥാവിശേഷമാണ് നമ്മൾ ക്രിസ്തീയ ലോകത്ത് നമ്മൾ പൊതുവെ കാണുന്നത്. എന്നാൽ അതിന്റെ എല്ലാം മധ്യത്തില് കർത്താവിന്റെ വചനത്തിനായിട്ടൊരു നിലപാടെടുത്തുകൊണ്ട് നമ്മളിലുള്ള എല്ലാ കുറവുകളും എല്ലാം ഇരിക്കെ തന്നെ നമ്മൾ ദൈവമുമ്പാകെ നുറുക്കത്തോടെ, ആത്മാവിലെ ദാരിദ്ര്യത്തോടെ, ആ ഒരു ആവശ്യബോധത്തോടെ കർത്താവിനെ പിൻപറ്റുന്ന ഒരു കൂട്ടത്തെ കർത്താവിന് നോക്കുന്നത്. അങ്ങനെയുള്ളവര് ആ ബാബിലോണിൽ നിന്ന് ഇറങ്ങി അവര് ബാബിലോണിൽ തന്നെ ഇരുന്ന് ബാബിലോണിനെ റിഫോം ചെയ്യാൻ നോക്കുന്നത് ഇരിക്കുന്ന കൊമ്പുപൊട്ടുന്നൊക്കെ ഇരിക്കും. അത് അത്രമാത്രം മണ്ടത്തരമായിട്ടുള്ള കാര്യം, അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. എന്നാൽ നമ്മൾ അവിടുന്ന് ആ പാരമ്പര്യ സഭകളിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാബിലോണിയൻ കൂട്ടങ്ങളിൽ നിന്നെല്ലാം നമ്മള് ഇറങ്ങി വരുമ്പോൾ തന്നെ അതൊരു വലിയ സാക്ഷ്യമായിരിക്കും. എന്നത്തേക്ക് അവരെ ഓർക്കുമ്പോൾ അവര് ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിച്ചിരുന്നവര് അവരെന്തുകൊണ്ട് സഭ വിട്ട്, ഈ പറയുന്ന പാരമ്പര്യ സഭ വിട്ട്, ഈ ഡെഡ് ഡിനോമിനേഷൻസ്, ഈ ചത്ത സഭകൾ വിട്ട് അവരെന്തുകൊണ്ട് വേറെ എങ്ങോട്ടോ മാറിപ്പോയി എന്നുള്ളത് അവർക്കെന്നും അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അവിടെ നിന്ന് നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നതിലും വലിയൊരു സാക്ഷ്യം അതിൽ നിന്ന് മാറി വന്ന് കർത്താവിനായിട്ടൊരു നിലപാടെടുത്ത് കർത്താവിന്റെ വചനപ്രകാരം നമ്മൾ പോകുമ്പം അതാണ് വലിയൊരു സാക്ഷ്യം. അതാണ് അവരോട് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ സുവിശേഷം. അപ്പൊ അവര് ദാഹമുള്ളവര് തന്നെ ചോദിക്കും. അപ്പം ചോദിക്കുമ്പോൾ നമുക്ക് പറയാം എന്തുകൊണ്ടാ നമ്മള് വചനവിരുദ്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ശിശുസ്നാനം ഉൾപ്പെടെ, പൗരോഹിത്യം ഉൾപ്പെടെ, യഥാർത്ഥത്തിലുള്ള ഇന്ന് പുതിയ ഉടമ്പടിയിൽ പൗരോഹിത്യം എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരാണ്. എന്നാൽ ചില ആൾക്കാരെ ലോഹയൊക്കെ ഇട്ട്, ഫാൻസി ഡ്രസ്സൊക്കെ ഇട്ട്, ക്യാപ്പും ചെങ്കോലും കിരീടവും അതുമൊക്കെ ആയിട്ട് ഓരോ പാപ്പമാരായിട്ടും പിന്നെ ഓരോ പോപ്പുമാരായിട്ടും അതുപോലെ ഓരോ മെത്രോപൊലിത്ത ആയിട്ടും അതുപോലെയുള്ള ആർച്ച് ബിഷപ്പ്, റൈറ്റ് റെവറന്റ്, റോങ് റെവറന്റ് എന്ന് പറഞ്ഞ പല പല പദവികളൊക്കെ കൊടുത്ത് റെവറന്റ് അങ്ങനെയൊക്കെ പറയുന്ന പല പദവികളും അങ്ങനെയൊക്കെയുള്ള വന്യപിതാക്കന്മാരെന്നൊക്കെ വിളിക്കുന്ന, ആരെ പിതാവെന്ന് വിളിക്കരുതെന്ന മത്തായി 23:9 പറയുന്ന ഇവരൊക്കെ അഭിമന്യ പിതാക്കന്മാരും സഭാപിതാക്കന്മാരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ അറിയപ്പെടുമ്പോൾ, അങ്ങനെയൊക്കെ പേരെടുക്കുമ്പോൾ, ഫാദറിനും അച്ഛനും ഒക്കെ പേരെടുക്കുമ്പോൾ, അല്ലെങ്കിൽ പാസ്റ്ററിന് തന്നെ പേരെടുക്കുമ്പോൾ, അതൊന്നും ടൈറ്റിൽസ് അല്ല, അതൊക്കെ
അതൊക്കെ ശുശ്രൂഷകളാണ്. പാസ്റ്റർ എന്നുള്ള ആ ഒരു വാക്ക് ഇടയ ശുശ്രൂഷയെ കുറിക്കുന്ന ഒരു കാര്യമാണ്. അത് ടൈറ്റിലായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പദമല്ല. അച്ഛനും കൊച്ചമ്മയെന്നും അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ അതൊക്കെ വചനത്തിലൊന്നും നിങ്ങളെല്ലാം സഹോദരന്മാരാണെന്ന് കർത്താവ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരാരും വിധിച്ചു തള്ളാനല്ല, എന്നാൽ അതിൽ നിന്നൊരു വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്ത് നമ്മള് ദൈവമുമ്പാകെ നുറുക്കത്തോടായിരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പം അതിന്റെ വെളിപാട് 18 അധ്യായത്തിന് 21 വാക്യം ഇപ്പം ജേക്കബ് വായിക്കുമ്പം, പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലുതായ ഒരു കല്ല് എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞുകളയും, ഇനി അതിനെ കാണുകയില്ല. ഈസബേൽ എന്ന വ്യാജ പ്രവാചകയെ കുറിച്ച് നാം വെളിപ്പാട് 2:20-21 വായിച്ചു. അവളെപ്പറ്റി ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പലതും ഇവിടെ ബാബിലോണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതുമായി ഏറെ സാമ്യമുണ്ട്. അവൾ ദൈവത്തിന്റെ ദാസന്മാരെ വഴിതെറ്റിക്കുകയും അവരെ ആരാധികളും ദുർനടപ്പുകാരുമാക്കി മാറ്റുകയും ചെയ്തു. ദൈവം അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം നൽകി, പക്ഷെ അവൾ അത് ചെയ്തില്ല. ബാബിലോണിന്റെ ആത്മാവിനെ ഒരു ക്രിസ്തീയ സഭയിലേക്ക് ഇസബേൽ കൊണ്ടുവന്നു. മൂപ്പൻ അവളെ വിലക്കിയതുമില്ല. പഴയ നിയമത്തിൽ ഇസബേൽ രാജ്ഞിയെ താഴേക്ക് വലിച്ച് എറിഞ്ഞു കളഞ്ഞാണ് കൊന്നത്. 2 രാജാക്കന്മാർ 9:33. ബാബിലോണിനെയും ഇതേ വിധിയാണ് കാത്തിരിക്കുന്നത്. മാനസാന്തരത്തിന്റെ വ്യത്യാസമാണ് ബാബിലോണും യെരൂശലേമും തമ്മിലുള്ളത്. നിരന്തര ജീവിതത്തിൽ അനുതാപത്തിന്റെ ഒരാത്മാവ് സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ബാബിലോണിന്റെ ഭാഗമായി തീരുന്നത് ഒഴിവാക്കാൻ കഴിയൂ. നമ്മളിപ്പം വെളിപാട് 18 അധ്യായത്തിന്റെ 21 വാക്യം നമ്മളിപ്പോ വായിച്ചു. പിന്നെ ശക്തനായൊരു ദൂതൻ. അപ്പം ദൂതന്മാരിൽ തന്നെ അവരുടെ ശക്തിയിലൊക്കെയുള്ള ഏറ്റക്കുറച്ചിലുകളെ കുറിച്ചൊക്കെ ഉള്ളൊരു സൂചനയാണ് എ സ്ട്രോങ് ഏഞ്ചൽ. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഇൻചാർജ് ഉള്ള ഏഞ്ചൽസിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടായിരുന്നു. വെളിപാട് 14 അധ്യായത്തില് അവിടെ വെളിപാട് 14-ലും 15-ലും ഒക്കെ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഏഞ്ചൽ ഓഫ് ദ വാട്ടേഴ്സ് വെളിപാട് 16:5 ജലാധിപതിയായ ദൂതൻ എന്നൊരു വാക്ക് നമ്മൾ അവിടെ കാണുന്നുണ്ട്. പിന്നെ വെളിപാട് 14:18 ഏഞ്ചൽ ദ വൺ ഹു ഹാസ് ദ പവർ ഓഫ് ഫയർ. അതിന്റെ വെളിപാട് 14:18 തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ. അപ്പൊ തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ, ജലത്തിന് അധിപതിയായിട്ടുള്ള ദൂതൻ, ഇവിടെ ശക്തനായൊരു ദൂതൻ. അപ്പൊ ആ ഒരു ബാബിലോണിനെ അതുപോലെ എറിഞ്ഞു കളയാൻ വേണ്ടി ശക്തനായൊരു ദൂതനെ ദൈവം അവിടെ ഉപയോഗിക്കുന്നു. അപ്പൊ അതാ വെളിപാട് 18:21 പിന്നെ ശക്തനായൊരു ദൂതനെ, സ്ട്രോങ് ഏഞ്ചൽ, ശക്തനായ ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, വലിയൊരു ഗ്രേറ്റ് മിൽ സ്റ്റോൺ എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞിട്ട് പറയുമോ, ഇതുപോലായിരിക്കും, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ, അവിടെയും മഹാനഗരം, ഗ്രേറ്റ് സിറ്റി ബാബിലോൺ ദ ഗ്രേറ്റ്, മഹാനഗരത്തെ ഹേമത്തോടെ, ഹേമം എന്നുള്ള വാക്കിനെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതുപോലെ ഹേമം എന്നുള്ള വാക്കിന് സ്വർണ്ണം എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഹേമമാലിനി, ഹേമലത എന്നൊക്കെ പറയുമ്പോൾ സ്വർണ്ണമാല, സ്വർണ്ണ വള്ളി എന്നൊക്കെ അതിന്റെ അർത്ഥം. എന്നാൽ ഹേമം എന്നുള്ള വാക്കിന് ആ ഒരു നിർബന്ധം, ആ ഒരു വയലൻസ്, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ത്രോൺ ഡൗൺ വിത്ത് വയലൻസ് എന്ന ഇംഗ്ലീഷിൽ NASB ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു ഗ്രീക്ക് വാക്ക് ഹാർമിമ എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഹാർമിമ എന്ന് പറഞ്ഞാൽ റഷ്, ഇമ്പൾസ്, വലിയൊരു ശക്തിയോടെ, ആ ഒരു ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയില്ല എന്നുള്ളൊരു കാര്യം വായിക്കുന്നത്. അപ്പൊ ആ ഒരു ഹേമത്തോടെ എറിഞ്ഞു കളയുന്നത് നമ്മളത് കഴിഞ്ഞ ആഴ്ച നമ്മളത് ആ പോർഷൻ നമ്മൾ വായിച്ചായിരുന്നു. 2 രാജാക്കന്മാർ 9 അധ്യായത്തിന്റെ 33 വാക്യത്തില് യെസബേൽ രാജ്ഞി, യെസബേൽ രാജ്ഞി അവള് ആഹാബ്, തന്റെ ഭർത്താവ് ആഹാബിനെ ഒരുപാട് ഇസ്രായേലിലെ പ്രവാചകന്മാർക്കെതിരായിട്ട് പ്രവർത്തിപ്പിച്ചതും അവളെ കാര്യങ്ങളൊക്കെ ചുക്കാൻ പിടിച്ചതും ഏലിയാവിനെതിരെ ഒക്കെ വലിയ ത്രെറ്റ്, വലിയൊരു ഭീഷണി മുഴക്കുന്നതും, ഏലിയാവ് വരെ കർമ്മേൽ പർവ്വതത്തിലെ വലിയ അത്ഭുതമൊക്കെ കഴിഞ്ഞിട്ട്
അവിടെ 1 രാജാക്കന്മാർ 18 അധ്യായത്തിൽ എലിയാവ് തന്നെ ഒരു ഡിപ്രഷനിലേക്ക്, ഒരു ഡിപ്രസീവ് എപ്പിസോഡിലോട്ട് പോകുന്ന പോലെ ആ ഒരു ആത്മഹത്യ വക്കിലേക്ക് എത്തുന്ന വണ്ണം എലിയാവ് അന്ന് പഴയ നിയമത്തിലുള്ള പ്രവാചകനായതുകൊണ്ട് അവൻ അങ്ങനെ പേടിച്ച് പോയതും പിന്നെ ദൈവം അവനെ ബലപ്പെടുത്തുന്നതും ഒക്കെ നമ്മൾ 1 രാജാക്കന്മാർ 18 അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 2 രാജാക്കന്മാർ 9 അധ്യായത്തിലാണ് അതിന്റെ 2 രാജാക്കന്മാർ നമ്മളത് കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടായിരുന്നു. അവിടെ കണ്ടതിന്റെ അതിന്റെ ഒരു കോറിലേഷനും കൂടെ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ 2 രാജാക്കന്മാർ എനിക്ക് തോന്നുന്നു 9-ാം അധ്യായം എന്നാണ് നമ്മള് 9-ാം അധ്യായത്തില് അവള് ഇങ്ങനെ കണ്ണൊക്കെ എഴുതി അവളുടെ കൊട്ടാരത്തിലെ ബ്യൂട്ടി പാർലറിൽ അവളെ കണ്ണൊക്കെ എഴുതി, കണ്ണിൽ മഷി എഴുതി തലചേകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽ കൂടെ നോക്കുന്നതായിട്ടൊക്കെ നമ്മൾ അവിടെ 2 രാജാക്കന്മാർ 9:30 കാണുന്നുണ്ട്. അപ്പൊ കണ്ണിൽ മഷി എഴുതി ആ കണ്ണിലേക്ക് ജേഹു അല്ലെങ്കിൽ യേഹു എന്നാണ്, ജേഹു എന്ന് ഇംഗ്ലീഷിൽ, നമ്മൾ യേഹു എന്ന് മലയാളത്തിൽ വായിക്കുന്നു. യേഹുവിനെയാണ് ഇസ്രായേലിന്റെ രാജാവായിട്ട് അവിടെ ഏലിയാവിനോട് അഭിഷേകം ചെയ്യാനായിട്ട് ദൈവാത്മാവ് 1 രാജാക്കന്മാരിലെ ആ കാര്യങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തില് 1 രാജാക്കന്മാർ 18 അധ്യായത്തിലാണ് ഈ കർമ്മേൽ പർവ്വതത്തിലുള്ള വലിയ അത്ഭുതത്തെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നത്, മഴ പെയ്യുന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നത്. 19-ാം അധ്യായത്തിലാണ് ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ പോയി അവൻ ദുഃഖിതനായിട്ട് എന്റെ ജീവനങ്ങ് എടുത്തു എന്ന് പറയത്തക്ക വണ്ണമുള്ള ഒരു ദുഃഖത്തിലേക്ക്, ഒരു നിരാശയിലേക്കൊക്കെ അവൻ ചെന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതിനുശേഷം ദൈവാത്മാവ് ഒരു മൃദുസ്വരത്തില്, സാവധാനത്തിൽ ഒരു മൃദുസ്വരത്തോടെ വന്ന കാര്യമൊക്കെ 12-ാമത്തെ വാക്യം, അതായത് 1 രാജാക്കന്മാർ 19:12 സ്റ്റിൽ സ്മോൾ വോയിസ്, കർത്താവിന്റെ സ്വരം വലിയ ഭൂകമ്പത്തിലോ അഗ്നിയിലോ ഒന്നും ഇല്ലായിരുന്നു എന്ന് ഒരു സ്റ്റിൽ സ്മോൾ വോയിസില് കർത്താവിന്റെ ആ ഒരു നേരിയ ഇമ്പസ്വരം, അതില് അവനെ ദൈവം ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നു. അതിനുശേഷം ജേഹുവിനെ അപ്പോയിന്റ് ചെയ്യണം എന്ന് വായിക്കുക. അവിടെ ജേഹു 16-ാമത്തെ വാക്യം, 1 രാജാക്കന്മാർ 19:16 നിംസിയുടെ മകനായ യേഹു, വേറൊരു യേഹുവിനെ കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം ഇന്നയാളുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യണം. ആ യേഹുവാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ജസബേലിനെ യേഹുവാണ് ജസബേലിനെ കൊല്ലേണ്ടത്, നിഗ്രഹിക്കേണ്ടതെന്നുള്ളൊരു കാര്യം അങ്ങനൊരു നിയോഗം അവന് ദൈവം കൊടുക്കുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. എങ്ങനെ ആയിരിക്കും അവളുടെ അന്ത്യം എന്നുള്ള കാര്യമൊക്കെ നേരത്തെ അത് പ്രവചിച്ച കാര്യങ്ങളൊക്കെ അത് നമ്മളതിന്റെ 21-ാം അധ്യായത്തില് 23-ാമത്തെ വാക്യത്തില് ഇസബേലിനെ കുറിച്ച് യഹോവ അരുളി ചെയ്തത്, നായ്ക്കൾ ഇസബേലിനെ ഇസ്രായേലിന്റെ മതിലിനരികെ വെച്ച് തിന്നുകളയെന്നുള്ള കാര്യമൊക്കെ നമ്മൾ അതിന്റെ 23-ാമത്തെ വാക്യത്തിലൊക്കെ 21-നും 23-ലൊക്കെ നമ്മൾ വായിച്ചു. അപ്പൊ ഇങ്ങനെ ഈ കണ്ണ് എഴുതി പൊട്ടുതൊട്ടായിട്ട് അവിടെ പറയുന്നില്ലേ, കണ്ണില് മഷിയൊക്കെ എഴുതി നിൽക്കുന്ന ഈ ഒരു 2 രാജാക്കന്മാർ 9:30 വാക്യത്തില് അങ്ങനെ അവളുടെ സൗന്ദര്യവും അവളാണ് എല്ലാ കാര്യത്തെയും നിയന്ത്രിക്കുന്നത്. അവിടെ ഇസ്രായേലിലെ രാജാവ് വരുമ്പം ചോദിക്കുന്ന ഒരു ആരഗന്റ് ആയിട്ടുള്ള ചോദ്യം, ഇസ് ഇറ്റ് വെൽ സിമ്രി യോ മാസ്റ്റേഴ്സ് മർഡറർ, സിമ്രിക്ക് സമാധാനമോ, യജമാനെ കൊന്നവനായ സിമ്രിക്ക് സമാധാനമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ 32-ാമത്തെ വാക്യത്തിൽ അവൻ തന്റെ മുഖം കിളിവാതിലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞാൽ ഇവളെ ഈ കൺമഷിയൊക്കെ എഴുതിയ ആ കണ്ണിലേക്ക് ആ ഒരു തീക്ഷ്ണതയുള്ള കണ്ണോടെ ആരാ നോക്കുന്നത്? യേഹു അവിടെ യേശു കർത്താവിന്റെ ഒരു പ്രതീകമാണ്. ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു അഭിഷിക്തന്റെ ഒരു പ്രതിനിധിയായിട്ട് ആ ഒരു തീക്ഷ്ണതയോടെ അവളുടെ കണ്ണുകളിൽ നോക്കുന്ന ഒരു കാര്യം നമ്മൾ പറയുന്നത്. മുഖം കിളിവാതിലേക്ക് ഉയർത്തി എന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അതേ ആ ഒരു മുഖത്തിന്റെ കാര്യമാണ് നമ്മൾ വെളിപാട് 2-ാം അധ്യായത്തിലും എന്താ വായിക്കുന്നത്. വെളിപാട് 2-ാം അധ്യായത്തിൽ യെസബേലിനെ കുറിച്ച് അവിടെ തയാത്തീറ അല്ലെങ്കിൽ തുയഥീര സഭയിലെ ദൂതനെ എഴുതുക എന്ന് പറയുമ്പോൾ അവിടെ യെസബേലിന്റെ ആത്മാവിലുള്ള ഒരു സഹോദരി എല്ലാ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അവിടെ യേശുവിന്റെ കണ്ണുകളെക്കുറിച്ചും കാലുകളെക്കുറിച്ചും വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. നമ്മൾ വെളിപാട് 1-ാം അധ്യായത്തിൽ യേശുവിന്റെ കണ്ണുകളെക്കുറിച്ചും കാലുകളെക്കുറിച്ചും ശബ്ദത്തെക്കുറിച്ചും ഒക്കെ ഉള്ള വിവരണം കാണുന്നുണ്ട്. പിന്നെ ഓരോരോ സഭയില് ഉള്ള ദൂതൻ എഴുതുക എന്ന് പറയുമ്പോൾ
ആ വെളിപാട് 1-ാം അധ്യായത്തിൽ കണ്ട വർണ്ണനയിലെ ചില ആസ്പെക്ട്സ് പരിശുദ്ധാത്മാവ് എത്ര കറക്റ്റ് ആയിട്ടാണ് ഇത് എംഫസൈസ് ചെയ്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് മാനുഷികമായിട്ടുള്ളൊരു കാര്യമല്ല, ദൈവാത്മാവ് എഴുതിയ കാര്യം. അത് വെളിപാട് 2:18 നമ്മൾ വായിക്കുവാണെങ്കിൽ തുയഥേരിയിലെ സഭയിൽ ദൂതൻ എഴുതുക അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും. അപ്പൊ ഈ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണ്, അതായത് യേഹു അഗ്നി അതുപോലെ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണോടാണ് വളരെ തീക്ഷ്ണമായിട്ടാണ് ഈ യെസബേലിന്റെ കണ്ണെഴുതി കണ്ണിലെ മഷിയൊക്കെ എഴുതിയ യെസബേലിന്റെ കണ്ണുകളിലേക്ക് ആ ഒരു കാർക്കശ്യത്തോടെ നോക്കുന്ന ഒരു കർത്താവിന്റെ ആ മുഖം നമ്മളവിടെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവളുടെ കണ്ണിനെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നു. പിന്നെ യേഹു അവിടെ ഇവിടെ തിരിച്ചിവിടെ 2 രാജാക്കന്മാർ 9 ഒരു വിരലുണ്ട് അവിടെ അവളെ എങ്ങനെയാ കൊല്ലുന്നത്, എത്രോഹ ഡൗൺ, അതാ ആ ഒരു ഹേമത്തോടെ ബാബിലോണിനെ തള്ളിയിടുന്നത് പോലെയാണ്. ബാബിലോൺ എന്ന് പറയുമ്പോൾ ആ ഒരു മഹാവേശിയായ ബാബിലോൺ ഒരു സ്ത്രീയോട് ഉപമിച്ചിരിക്കും. അപ്പം നമ്മള് ബൈബിളിലെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്ത്രീയായിട്ട് നമ്മൾ കാണുന്നത് ഈ യെസബേലിനെയാണ്. അതുപോലെ അത്രയും ക്രൂരതകൾ ചെയ്ത ഒരു രാജാവിലായിരുന്നു അഹാബ് എന്ന ഈ യെസബേലാണ് ഇതെല്ലാം പ്രേരിപ്പിച്ചതെന്ന് നമ്മളവിടെ 1 രാജാക്കന്മാർ 21-ന്റെ 25-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ വാക്യമൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അപ്പം അവളെ കൊന്നു കളയുമ്പോൾ എങ്ങനെയാ അവിടെ അതിന്റെ 2 രാജാക്കന്മാർ 9:32 അവൻ തന്റെ മുഖം കിളിവാതിലേക്ക് ഉയർത്തി ആരുള്ളൂ എന്റെ പക്ഷത്ത്, ആരുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ 2-3 ഷണ്ണന്മാർ 2-3 ഒഫീഷ്യൽസ് എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഹിബ്രു വാക്ക് നോക്കി, സാറീസ് എന്ന് പറഞ്ഞൊരു വാക്ക്. അപ്പൊ ഒഫീഷ്യൽസ് എന്നും യൂനക്ക് എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അതിന്റെ ആ ഒരു കറക്റ്റ് റൂട്ട് വേർഡ് ഫ്രം അൺയൂസ്ഡ് റൂട്ട് മീനിങ് ടു കാസ്ട്രേറ്റ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു റൂട്ട് വേർഡ് വെച്ച് നോക്കുമ്പോൾ സാരീസ് എന്ന് പറയുമ്പോൾ അവർ യൂനക്സ്, ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഷണ്ണന്മാര്, കാസ്ട്രേറ്റ് ചെയ്ത ഷണ്ണനം ചെയ്ത ആൾക്കാരെ അന്ന് ഷണ്ണനം ചെയ്ത പുരുഷന്മാരെ രാജ്ഞിക്ക് കാവലായിട്ട് നിർത്തിയിരുന്നു. അപ്പം അവര് തന്നെ ഇവളെ കൊണ്ട് മടുത്ത് കാണും. ഇവളുടെ ആജ്ഞയും ഇവളുടെ നിയന്ത്രണവും ഒക്കെ അവര് തന്നെ മടുത്ത് കാണും. അപ്പോഴത്തേക്കും ആരുണ്ട് എന്റെ പക്ഷത്ത് യഹു ചോദിക്കുമ്പോഴത്തേക്കും ഇവര് നല്ല ശക്തിയുള്ള നല്ല ബലവാന്മാരായിട്ടുള്ള ആണുങ്ങളാ. അപ്പൊ അവരെന്ത് ചെയ്തു, അവര് പെട്ടെന്ന് അവര് പോസിറ്റീവായിട്ട് യഹുവിലേക്ക് നോക്കി, ഞങ്ങളുണ്ട്. ഷണ്ണന്മാർ പുറത്തേക്ക് നോക്കി, അവളെ താഴെ തള്ളിയിടുവിൻ എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോഴത്തേക്കും യെസബേലിനെ ഒന്നും ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പേ ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു. ത്രോൺ ഡൗൺ വിത്ത് വയലൻസ്. അതുപോലൊരു വീഴ്ചയായിരിക്കും ബാബിലോണിന് ഉണ്ടാകുന്ന ഇതുപോലുള്ള ആ ഒരു വ്യാജ ക്രിസ്തീയതയ്ക്ക് ഉണ്ടാകുന്ന അതുപോലുള്ളൊരു തള്ളിയിടലായിരിക്കും. അവളുടെ രക്തം ചുവരിന്മേലും കുതിരകളിന്മേലും തെറിച്ചു. അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു. ആ ചവിട്ടിക്കളയെന്ന് പറയുമ്പോ എന്താ, കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. അതുകൊണ്ട് ഈ തുയഥേര സഭയിലെ ദൂതനെ എഴുതാൻ പറയുമ്പോൾ കണ്ണിന്റെ കാര്യം പറയുന്നുണ്ട്. ആ ഒരു അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടി യേഹു വലിയ തീക്ഷ്ണതയോടെ ഇസബേലിനെ നോക്കിയതുപോലെയുള്ള കണ്ണുകള്, പിന്നെന്താ വെള്ളോട്ടിന് സദൃശമായ കാലും എന്നാ അവിടെ നമ്മള് വെളിപാട് 2:18 വായിക്കുന്നത്. അപ്പൊ ആ കാല് എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഇസബേലിന്റെ സ്പിരിറ്റിനെ സഭയില് ട്രാമ്പിൾ അണ്ടർ ഫുട്ട് ചെയ്യാൻ വേണ്ടി, അതായത് തന്നെ ഉയർത്തുന്ന, അത് സഹോദരനാവട്ടെ സഹോദരിയാവട്ടെ, ആ ഒരു ആത്മാവിനെ കർത്താവ് ട്രാമ്പിൾ അണ്ടർ ഫുട്ട് ചെയ്യുന്നു എന്ന് ദൈവപുത്രൻ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പം വചനത്തിൽ ആ ഒരു കർത്താവിന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്നത് എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് ദൈവാത്മാവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുമ്പോൾ ഇത് മാനുഷികമായിട്ടുള്ളൊരു പുസ്തകമല്ല നമ്മുടെ ഈ ബൈബിള്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ 2 രാജാക്കന്മാർ എഴുതപ്പെട്ടു, പിന്നെ വെളിപാട് പുസ്തകം 1-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തിൽ എഴുതപ്പെട്ടു. എന്നാൽ ഇതിൽ പറയുന്ന ആ കോറിലേഷൻ കാര്യങ്ങളും ഒക്കെ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് വരണമെങ്കിൽ അത് മനുഷ്യന്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. അത് മാത്രമല്ല, ആ കാര്യങ്ങള് അത് ബാബിലോണിനോട് ഉപമിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് എത്രമാത്രം അവളെ ബാബിലോണിന്റെ വീഴ്ചയെ കുറിച്ച് നമ്മൾ ഫോളൻ ഈസ് ബാബിലോൺ, ബാബിലോൺ വീണുപോയി എന്ന് യെശയ്യാവിന്റെ പുസ്തകത്തിലുള്ള അതേ പ്രവചനം അത് അക്ഷരികമായിട്ട് ബാബിലോണിനെ കുറിച്ച് അത് നിവൃത്തിയായി. എന്നാൽ ആലങ്കാരികമായിട്ട് ആത്മീയ ഭാഷയിൽ ഈ ആത്മീയ ബാബിലോൺ ആയിട്ടുള്ള വ്യാജസഭയും വീണുപോകുന്നൊരു കാര്യം, വ്യാജസഭയും അവളുടെ മക്കളും എല്ലാം അതിനോടൊപ്പം ആ ഒരു ന്യായവിധിക്ക് അധീനമാകുന്ന കാര്യമൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് അവളെ അടക്കം ചെയ്യാൻ പറയുമ്പോഴത്തേക്കും നായ്ക്കളെ തിന്ന് കളഞ്ഞു. ഇനിയിപ്പം കൂടുതലൊന്നും അടക്കാനൊന്നും ഇല്ല, തലമണ്ടിയും കാര്യങ്ങളും കൈപ്പത്തികളും അല്ലാതെ ഒന്നും കണ്ടില്ല എന്നുള്ള കാര്യമൊക്കെ അത് അതേപോലെ തന്നെ പ്രവചിച്ചതായിട്ട് അവിടെ യഹൂ ഓർത്തതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. ദിസ് ഇസ് ജസബേൽ, ഇതാണ് ഇങ്ങനെ ആകും, വയലിൽ ചാണകം പോലെ ആകും എന്നിങ്ങനെ യഹോവ തിസ്ബനായ ഏലിയാവ് എന്ന തന്റെ ദാസൻ മുഖാന്തരം അരുളി ചെയ്ത വചനം തന്നെ എന്ന് പറഞ്ഞ് അത് യെസബേൽ എന്ന് പറയുവാൻ കഴിയാതെ വണ്ണം എന്ന് പറഞ്ഞ് സോ ദാറ്റ് ദേ കനോട്ട് സേ ദിസ് ഈസ് ജസബേൽ. അതുപോലുള്ള ഒരു ന്യായവിധിയെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ സഭയില് പാപത്തെ എത്രയധികം കർക്കശത്തോടുകൂടെയാണ് കാണുന്നത്, എത്രയധികം തീക്ഷ്ണതകളോട് കണ്ണുകളോടുകൂടിയാണ് കാണുന്നത്.
പഴയ നിയമത്തില് സിയ എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മള് പലയിടത്തും പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. SWR പറഞ്ഞാല് ആ ഒരു ദൈവത്തിന്റെ ആ ഒരു ദർശനത്തോടെ ആ കാര്യങ്ങളെ കാണുന്ന ആൾക്കാരെയാണ് സിയ എന്ന് വിളിക്കുന്ന ഒരു കാര്യം. ആ ഒരു ഇന്നും സഭയില് ആ ഒരു കർത്താവിന്റെ കണ്ണുകളോടെ, കർത്താവിന്റെ കണ്ണുകൾക്ക് സ്നേഹത്തിന്റെ കാരുണ്യവും മനസ്സിലും ഉണ്ട്. എന്നാൽ അതേപോലെ തന്നെ പാപത്തിനെതിരെ, പാരമ്പര്യത്തിനെതിരെ, കപടഭക്തിക്കെതിരെയൊക്കെ ആ ഒരു തീക്ഷ്ണതയുടെ കണ്ണുകളുമുണ്ട്. അപ്പൊ അതാണ് കർത്താവിന്റെ കണ്ണുകൾക്കുള്ള ആ ഒരു ബാലൻസ്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത യേശു കർത്താവ്. കർത്താവ് ആ മണി ചേഞ്ചേഴ്സിനെയൊക്കെ അന്ന് വളരെ രൂക്ഷമായിട്ട് ആയിരിക്കും കർത്താവ് നോക്കി. ഇന്നും ബാബിലോണിനെതിരെ ഇതുപോലെ യേശുവിന്റെ പേരും പറഞ്ഞ് യേശു വലുതാകാൻ നടക്കുന്നവർക്കെതിരെ നമ്മളും വളരെ രൂക്ഷതയോടെയാണ് അവർക്കെതിരെ ഒരു നിലപാടെടുക്കേണ്ടതായിട്ടുള്ളത്. ചില നമുക്ക് അവരാരും പോയി തിരുത്താൻ ഒക്കെ ഇല്ല. അതിനെതിരെ നമ്മൾ രൂക്ഷമായിട്ട് പറഞ്ഞാലേ വചനത്തിലുള്ള ദൈവസഭയിലുള്ള ജനങ്ങൾക്ക്, അല്ലെങ്കിൽ അതും ശരിയാ ഇതും ശരിയാ, അവര് യേശുവിനെ കുറിച്ചല്ലേ പറയുന്നേ, നമ്മൾ യേശുവിനെ കുറിച്ച് പറയുന്നത്, അവരും അതിനടുത്ത് പറയുന്നുണ്ട്. ഇവിടെയും വചനമല്ലേ പറയുന്നേ, അല്ല അതേ വചനത്തിനല്ലേ ഇതേ വചനം, എന്നാൽ പിശാചും വചനം കൂട്ടിയുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. അത്രമാത്രം കറപ്റ്റഡ് ആയിട്ടിരിക്കുന്നു. ആ കറപ്ഷനെ കുറിച്ച് നമ്മൾ താഴോട്ട് വായിക്കും. നമ്മൾ തിരിച്ച് അതിന്റെ വെളിപാട് 18-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, 18-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഇപ്പം നമ്മള് വെളിപാട് നമ്മുടെ അന്ത്യഭോജന പുസ്തകത്തിൽ നിന്ന് ഇപ്പോ ജഗദർ ആ പോർഷനും അതിന്റെ എക്സ്പ്ലനേഷൻ ഇപ്പം വായിക്കുമല്ലോ. ഞാനിപ്പോ അതൊന്ന് ഡിസ്പ്ലേ ചെയ്യാനും ശ്രമിക്കട്ടെ. വാക്യം 22. വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനി കേൾക്കുകയില്ല. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയും നിന്നിൽ ഇനി കാണുകയില്ല. തിരികലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കുകയില്ല. ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ സംഗീതത്തെ കുറിച്ച് പരാമർശിക്കുന്നത് ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിലല്ലെങ്കിൽ സംഗീതം കീഴിലാണെങ്കിൽ സംഗീതം ഒരു നല്ല കാര്യമാണ്. എന്നാൽ ക്രിസ്തീയ ഗോളത്തിൽ ഇന്ന് കൂടുതൽ ഇടത്തും അത് സാത്താന്റെ നിയന്ത്രണത്തിലാണ്. ക്രിസ്തീയ റോക്ക് സംഗീതം പോലും ഇന്നുണ്ട്. ക്രിസ്ത്യാനികളും സാത്താനെ അനുകരിക്കുന്നു. അതേസമയം വിശ്വാസികൾ ഇതെല്ലാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് വിശ്വസിച്ച് എല്ലാറ്റിനും അനുമതി നൽകുകയാണ്. കൈന്റെ സന്തതികളാണ് സംഗീതോപകരണങ്ങൾ കണ്ടുപിടിച്ചതെന്ന് ഉൽപ്പത്തി 4:21 നാം കാണുന്നു. കൈൻ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് പോയതിനു ശേഷമായിരുന്നു ഈ കണ്ടുപിടുത്തം. ഇത് ശ്രദ്ധേയമല്ലേ? സംഗീതത്തിൽ അതിൽ തന്നെ തിന്മയൊന്നുമില്ല. അത് സാത്താനല്ല, ദൈവമാണ് സൃഷ്ടിച്ചതും. പക്ഷേ ദൈവം സൃഷ്ടിച്ച മറ്റ് അനേക സംഗതികളെ പോലെ സംഗീതത്തെയും സാത്താൻ ആളുകളെ നരകത്തിലേക്ക് നയിക്കുവാൻ ഉപയോഗിക്കുന്നു. റോക്ക് സംഗീത ഭ്രാന്തന്മാരായി പല യുവജനങ്ങളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ലോകമെങ്ങും മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും സാത്താൻ ആരാധനയ്ക്കും പ്രചാരം നൽകിയതിൽ റോക്ക് സംഗീതജ്ഞന്മാർക്ക് ഉള്ള പങ്ക് ചെറുതല്ല. ബാബിലോണിലും സംഗീതമുണ്ട്. എല്ലാ സംഗീതത്തിലും ഒരു ആത്മാവുണ്ട്. അതുകൊണ്ട് സംഗീതത്തിലൂടെ നാം ദൈവത്തെ ആരാധിക്കുകയാണോ അതോ സംഗീതത്തെ തന്നെ ആരാധിക്കുകയാണോ എന്ന് വേർതിരിച്ച് അറിയേണ്ടിയിരിക്കുന്നു. ഇവ രണ്ടും തിരിച്ചറിയാനുള്ള വിവേകം പല ക്രിസ്ത്യാനികൾക്കും ഇല്ല. അപ്പൊ വലിയൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് നമ്മൾ ക്രിസ്ത്യൻ മ്യൂസിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളെ വളരെ വ്യക്തമായിട്ട് കേട്ടത്. വെളിപാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ച അവിടെ വൈണികന്മാർ, അതായത് വീണ മീട്ടുന്നവർ, ഹാർപ്പിസ്, വാദ്യക്കാർ, ഈ വീണകൾ തന്നെ അവിടെ സ്വർഗത്തിലും വീണയുണ്ട്, എന്നാൽ ഈ ബാബിലോണിലും വീണയുണ്ട്. അതാ അതിന്റെ ഒരു വ്യത്യാസം. നമ്മൾ കേട്ടതുപോലെ ദൈവികമായ സംഗീതമുണ്ട്. സാഗ്ബർ പറഞ്ഞ കണക്ക് മ്യൂസിക് ഇസ് ടു ഗുഡ് ദാറ്റ് ഇറ്റ് കുഡ്ന്റ് ബി ദ സേറ്റൻ ഹു ക്രിയേറ്റഡ് ഇറ്റ്. എന്നുവെച്ചാൽ സംഗീതം അത്ര നല്ലൊരു കാര്യമാണ്, അതുകൊണ്ട് അത് സാത്താൻ സൃഷ്ടിച്ച കാര്യമല്ല. എന്നാൽ ദൈവം സൃഷ്ടിച്ച കാര്യം സാത്താൻ അത് വികലമാക്കി, ഡിസ്റ്റോർട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പം
ദൈവം സൃഷ്ടിച്ച പല കാര്യങ്ങളും, ഇപ്പൊ ഈവൻ ലൈംഗികത, ലൈംഗിക ഹോർമോൺസും ലൈംഗികതയും എല്ലാം ദൈവം സൃഷ്ടിച്ച കാര്യമാണ്. മനുഷ്യ ശരീരത്തിൽ അത് വേണ്ടുന്ന കാര്യങ്ങളാണ്. എന്നാൽ അത് വിവാഹത്തിൽ എത്ര സ്നേഹത്തില്, വിവാഹ ജീവിതത്തിൽ സ്നേഹത്തോടെ അത് എത്ര പവിത്രമായിട്ടുള്ള കാര്യം തന്നെ, എന്നാൽ അത് ഡിസ്റ്റോർട്ട് ചെയ്ത് സാത്താൻ അത് ഡിസ്റ്റോർട്ട് ചെയ്ത് പെർവേർട്ട് ചെയ്ത് അത് വക്രീകരിച്ച് കളഞ്ഞിരിക്കുന്നു, കൂട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈവൻ നമ്മളിപ്പോ എന്താ പറഞ്ഞു, ഒരേ കത്തി തന്നെ ഒരു സർജന്റെ കയ്യില് ഒരു മനുഷ്യജീവനെ രക്ഷിക്കാനായിട്ട് ആ കത്തി ഒരു സ്കാൽപ്പൽ ഉപയോഗിക്കപ്പെടാമെങ്കിൽ, അതേ സ്കാൽപ്പൽ തന്നെ ഒരു കൊലയാളിയുടെ കയ്യിൽ ഒരാളുടെ ജീവൻ എടുക്കാൻ ഉപയോഗിക്കപ്പെടാം. അല്ലെങ്കിൽ ഒരേ അറ്റോമിക് പവർ തന്നെ അത് ഒരു നഗരത്തിന് തന്നെ ഇലക്ട്രിസിറ്റി നൽകാൻ കഴിയുന്ന അതേ അറ്റോമിക് പവർ തന്നെ ഒരു ആറ്റം ബോംബായിട്ട് ഒരു നഗരത്തെ നശിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ അത് ദൈവം സൃഷ്ടിച്ച ചില കാര്യങ്ങൾ തന്നെ ആൾക്കാർ അത് സാത്താന്റെ കൈക്ക് കിട്ടുമ്പോൾ അത് വേറൊരു രീതിയിലായി പോകാം എന്ന് പറയുന്നത് പോലെ മ്യൂസിക്, അത് ഇന്ന് ക്രിസ്തീയമായിട്ടുള്ള മ്യൂസിക് എന്നുള്ള ഒരു പേരും ഉള്ള എല്ലാം എല്ലാ ക്രിസ്ത്യൻ മ്യൂസിക് അല്ല. അതായത് ഇപ്പൊ നമ്മളിപ്പം കേട്ടു ക്രിസ്തീയ റോക്ക് സംഗീതം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട ഇത് റോക്ക് സംഗീതം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പെർവേർട്ടഡ് ആയിട്ട് ഡിസ്റ്റോർട്ട് ചെയ്ത് മ്യൂസിക്കിനെ അങ്ങ് ഡിസ്റ്റോർട്ട് ചെയ്ത് പോപ്പ് സംഗീതജ്ഞര് അതുപോലൊക്കെയുള്ള അത് സിറ്റ് ആൻഡ് വർഷിപ്പേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആ കാര്യങ്ങള് അതിനൊരു ക്രിസ്തീയ പേര് ചാർത്തി അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വരികളിലൊക്കെ വ്യത്യാസം ഉണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള പല ക്രിസ്തീയമായിട്ടുള്ള ലേബലിലേക്ക് അതങ്ങ് പടച്ചു വിടുമ്പോൾ എല്ലാം അങ്ങ് ക്രിസ്തീയമായി കഴിഞ്ഞു, ക്രിസ്ത്യൻ റോക്ക് എന്നുള്ളൊരു പേരില്. ഇപ്പം സാഗ്ബറിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മള് പണ്ട് ബാംഗ്ലൂർ കോൺഫറൻസിന് പേര് പറഞ്ഞ ഒരു ചെറിയ മെസ്സേജിന്റെ ഒരു പാട്ട് നമ്മൾ പലപ്പോഴും ഒരു പക്ഷേ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ക്രിസ്ത്യൻ, ഇപ്പൊ ഒരാള് ക്രിസ്ത്യൻ റോക്ക് എന്ന് പറഞ്ഞാൽ അതൊരു അസംബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ അഡൽട്ടറി അല്ലെങ്കിൽ ക്രിസ്ത്യൻ തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ചില ഒരു അഡൽട്ടറി, വ്യഭിചാരം അല്ലെങ്കിൽ മോഷണം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യൻ എന്നുള്ള പേരിൽ ഇട്ടാൽ അതങ്ങ് ക്രിസ്ത്യൻ ആവൂ എന്ന് പറയുന്നത് പോലെ, അതുപോലെ അതൊരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങള് അത് ഒരു ക്രിസ്തീയമായിട്ടുള്ള ഒരു പേരിൽ അങ്ങ് പടച്ചിറക്കിയ അത് ക്രിസ്തീയമായി തീരത്തില്ല. അതിന്റെ ഒറിജിൻ, അതിന്റെ സോഴ്സ്, അതിന്റെ ഒറിജിൻ കാര്യങ്ങൾ, അതിന്റെ റൂട്ട്സിലേക്ക് നമ്മൾ തേടി പോകുമ്പോൾ അത് വല്ലാത്ത സാത്താൻ ആരാധകരും മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും എല്ലാം പ്രചരണവും അതിനോടൊക്കെ ചേർന്ന് പോകുന്ന ഇതുപോലുള്ള മ്യൂസിക്കും കാര്യങ്ങളും, അതും ഇതുപോലുള്ള റോക്ക് സംഗീതത്തിന്റെ അങ്ങനെയൊക്കെയുള്ളതിന്റെ ലിറിക്സ് ഒക്കെ വളരെ സാത്താനെ മഹത്വപ്പെടുത്തുന്നതായിട്ടും പിന്നെന്താ ദൈവത്തെ, യേശു കർത്താവിനെയൊക്കെ വളരെ ധിക്കരിക്കുന്നതായിട്ടുള്ള വളരെ ആരോഗ്യമായിട്ടുള്ള ലിറിക്സും കാര്യങ്ങളും ഒക്കെ ഇതുപോലൊക്കെയുള്ള പല റോക്ക് സോങ്സിനുള്ളതായിട്ടൊക്കെ കേൾവിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പം നമ്മള് നോക്കുമ്പോൾ നമ്മള് സ്വർഗത്തിലും അവിടെ വീണ മീട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈവൻ നമ്മള് കാന്തയെ കുറിച്ച് വായിക്കുമ്പോഴും, ഇതിപ്പോ നമ്മള് വേശ്യയായിട്ടുള്ള ബാബിലോണിനെ കുറിച്ച്, അവിടെയുള്ള വൈണികന്മാരെ കുറിച്ച് അല്ലെങ്കിൽ വീണ മീട്ടുന്നവരെ കുറിച്ച് കാണുന്നുണ്ടെങ്കിൽ കാന്തയെ കുറിച്ച് പറയുമ്പോഴും അവിടെ നമ്മള് ഹാപ്സിനെ കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് 14 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവര് സംഗീതം പഠിച്ച് നോ വൺ കുഡ് ലേൺ ദ സോങ് എക്സെപ്റ്റ് ദ 144,000 എന്നൊക്കെ നമ്മൾ അവിടെ ആ വെളിപാട് 14 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈവൻ വെളിപാട് 4-ാം അധ്യായത്തിലും ആ ഒരു ഹാപ്സ് എന്നുള്ള വാക്ക് നമ്മൾ വീണ്ടും വെളിപാട് 15-ാം അധ്യായത്തിലും കാണുന്നുണ്ട്, വെളിപാട് 4-ാം അധ്യായത്തിലും കാണുന്നുണ്ട്. വെളിപാട് 4-ാം അധ്യായത്തില് അതിന്റെ 8-ാമത്തെ വാക്യമാണോ എന്ന് ഞാൻ നോക്കട്ടെ. അതിനകത്ത് ഹാപ്സ് എന്നുള്ള ഒരു അല്ലെങ്കിൽ വീണകൾ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നമ്മളവിടെ അതിന്റെ എനിക്ക് തോന്നുന്നു വെളിപാട് 15-ാം അധ്യായത്തിലുണ്ട്. ദൈവത്തിന്റെ വീണകൾ മീട്ടുന്നതായിട്ട് നമ്മളവിടെ വെളിപാട് 15-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. വെളിപാട് 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ sea of glass mixed with fire standing on the holding harps എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഹാർപ്സ് ഓഫ് ഗോഡ് വെളിപാട് 15:2 പളങ്കുകടലിന് അരികെ എന്നുള്ള അത് തെറ്റാ, പളങ്കുകടലിന്റെ മേലെ നിൽക്കുന്നതായിട്ട് കണ്ടു. എങ്ങനെ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട്, അപ്പൊ ദൈവത്തിന്റെ വീണകളുണ്ട്, സാത്താന്റെ വീണകളുമുണ്ട്. നമ്മളെ ആ സംഗീതം അതില്ലെങ്കിൽ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ദൈവത്തിന്റെ കരങ്ങളിലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതോ സാത്താന്റെ ഡിസ്റ്റോർഷൻസിലുള്ള കാര്യങ്ങളായിട്ടാണോ
നമ്മളതിനെ ഉയർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോഴാണ് അത് വേറെ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസും കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നതെന്ന് മറ്റനേകരെ കർത്താവിലേക്ക് ആകർഷിക്കാനായിട്ട് ഇതേ സംഗീതം തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാടിയ യൂട്യൂബിൽ പാടിയ ഒരു പാട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. അപ്പൊ ഇന്ന് വൈകിട്ട് ശ്രീല ഒന്ന് പറയുക, അമ്മ ആ പാട്ട് ഇപ്പൊ അമ്മ ഇത് കേൾക്കുന്നുണ്ട്, അമ്മ ആ ഫേസ്ബുക്കിലുള്ള ആ പാട്ട് അത് കേട്ട് കൂടെ പാടുന്നതൊക്കെ കണ്ടു, വലിയ ആശ്വാസമാണെന്നൊക്കെ പറഞ്ഞായിട്ട് പറഞ്ഞു. അപ്പൊ ചിലരെ അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കാന് നമുക്കറിയാം, നമ്മളെല്ലാവരും എത്രയോ ക്രിസ്തീയ കീർത്തനങ്ങൾ, ക്രിസ്തീയമായിട്ടുള്ള പാട്ടുകൾ നമ്മളെ ദൈവത്തിലേക്ക് ആകർഷിക്കാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നു. എന്നാൽ അതേ സംഗീതത്തെ തന്നെ ഡിസ്റ്റോർട്ട് ചെയ്ത് ലൗകികമായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും പലതരത്തിലുള്ള ഈവൻ ഡിപ്രഷനിലേക്ക് തന്നെ ചില തരത്തിലുള്ള മ്യൂസിക് ആൾക്കാരെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നതായിട്ട് തന്നെ ശാസ്ത്രീയമായിട്ട് പറയുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള ചില മെലങ്കോളിക് മ്യൂസിക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ വൈണികന്മാർ എന്ന് പറയുമ്പോൾ വീണ മീട്ടുന്നവർ, ഹാർപ്പിസ് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വെളിപാട് 18-22 നമ്മളിപ്പം വായിച്ച വൈണികന്മാർ, വാദ്യക്കാർ, മ്യൂസീഷ്യൻസ്, കുഴലൂത്തുകാർ, ഫ്ലൂട്ട് പ്ലെയേഴ്സ്, കാഹളക്കാർ, ട്രംപറ്റേഴ്സ്. അപ്പം ഈ സംഗീതോപകരണങ്ങളെല്ലാം ഒന്നും പറയാതെ ഉണ്ട് ബാബിലോണില്. അവരുടെ ഒന്നും സ്വരം ഇനി നിന്നിൽ കേൾക്കത്തില്ല. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയും, അതായത് ക്രാഫ്റ്റ്സ്മാൻ ഓഫ് എനി ക്രാഫ്റ്റ് വിൽ ബി ഫൗണ്ട് ഇൻ യു, അങ്ങനെയുള്ള ശില്പചാതുര്യം കാര്യങ്ങളൊന്നും നിന്നിൽ കാണുകയില്ല. തിരികലിന്റെ ഒച്ച നിന്നെ കേൾക്കുകയില്ല. മിൽ സ്റ്റോൺ, സൗണ്ട് ഓഫ് എ മില്ല്, അതൊന്നും ഇനി കേൾക്കത്തില്ല എന്നുള്ള കാര്യം നമ്മളിപ്പം 22-ാമത്തെ വാക്യത്തിൽ വായിച്ച്. ഇപ്പൊ നമ്മള് കൈയിനെ കുറിച്ചുള്ള ബന്ധത്തിലാണ് ആദ്യം സംഗീതത്തിന്റെ കാര്യം നമ്മുടെ വചനത്തിൽ കാണുന്നത്. 24-21 വാക്യം, 24 അധ്യായത്തിന്റെ 21 വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ അവിടെ സംഗീതോപകരണത്തെ കുറിച്ച് ആദ്യമായിട്ട് ബൈബിളിലുള്ള ഒരു റെഫറൻസ് നമ്മൾ അവിടെ കാണുന്നത്. 24-21 വാക്യത്തിൽ അവന്റെ സഹോദരന് യുബാൽ എന്ന പേര്, അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. ഹി വാസ് ഈ ജുബൽ ആയിരുന്നു, വാസ് ദ ഫാദർ ഓഫ് ഓൾ ദോസ് ഹു പ്ലേ ദ ലയർ ആൻഡ് ദ പൈപ്പ്. എന്നാൽ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി, ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്ന, ദൈവത്തിൽ നിന്ന് വാണ്ടർ അവേ ചെയ്ത വിട്ടുപോകുന്ന കൈയിന്റെ സന്തതികളിലാണ് ഈ സംഗീതോപകരണങ്ങളൊക്കെ കണ്ടുപിടിച്ചതായിട്ട് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് നാം സംഗീതോപകരണങ്ങളാവട്ടെ, സംഗീതമാവട്ടെ, അത് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളും പാടുമ്പോഴും അതിന്റെ ലിറിക്സ് ഒക്കെ ശരിയാണ്. ഈവൻ ചില നമ്മുടെ തന്നെ പല പാട്ടുകളിലെ ചില വരികളൊക്കെ നമ്മളെ കുറച്ചൊന്ന് അത് അത്ര ആക്യുറേറ്റ് അല്ല വചനപ്രകാരം കണ്ട് ചില വരികളൊക്കെ നമ്മൾ തിരുത്തി പാടാറൊക്കെ ഉള്ളതൊക്കെ നമുക്കറിയാം. ചില ഷാരോനിലെ പനിനീർ പുഷ്പം എന്ന് യഥാർത്ഥത്തിൽ കാന്തയെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ കാന്തനെ കുറിച്ച് ചില പാട്ടുകാർ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളത് അതുപോലെ നമ്മൾ തിരുത്തി പാടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാം നമ്മളെ ഏറ്റവും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമുക്ക് ഉള്ള വെളിച്ചത്തിന് എത്തവണ്ണം എല്ലാം വചനപ്രകാരം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തില. അപ്പൊ ആ ഒരു കാര്യം നമ്മളിവിടെ കാണുന്നത്. പിന്നെ 23-ാമത്തെ വാക്യം, ഇപ്പം 23-ാമത്തെ വാക്യം ഇപ്പം വേറെ അന്തിമവചന പുസ്തകത്തിൽ ഇപ്പം വാക്യം 23, വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല, മണവാന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കൾ ആയിരുന്നു, നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. ബാബിലോണിലെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കൾ ആയിരുന്നു. ബാബിലോണിനെ സംബന്ധിച്ച് പറയുമ്പോഴെല്ലാം മഹത്വത്തിന് കൂടുതൽ കൂടുതൽ ഊന്നൽ നൽകുന്നത് ശ്രദ്ധിക്കുക. നാം ക്രിസ്തുവിന്റെ മണവാട്ടി ആണെങ്കിൽ നമ്മുടെ മണവാളിനെ പോലെ ആകാനാണ് നമ്മളുടെ വിളി. മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും നിരസിക്കപ്പെടുകയും ചെയ്യാനും മനുഷ്യരുടെ കണ്ണിൽ മഹത്വം ഒട്ടും ഇല്ലാതിരിപ്പാനും സകല ജാതികളും അവളുടെ ക്ഷുദ്രത്താൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആംപ്ലിഫൈഡ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവളുടെ മാന്ത്രിക വശീകരണത്താൽ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. സകല രാജ്യങ്ങളിലുമുള്ള ക്രിസ്ത്യാനികളെ ബാബിലോണിന്റെ ആത്മാവ് വഞ്ചിച്ചിരിക്കുന്നത് ചിന്തിച്ചാൽ സത്യത്തിൽ അത്ഭുതമാണ്. യേശുവിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും മരണശേഷം സ്വർഗത്തിൽ പോകുവാനും കഴിയും. അതുകൊണ്ട് അവർക്ക് ഈ ലോകത്തിന് വേണ്ടി, ഈ ലോകത്തിലെ പണം, സുഖം, മാനം
എന്നിവയ്ക്കായി ജീവിക്കാം എന്ന പഠിപ്പിക്കലിന്റെ മാന്ത്രിക വശീകരണത്തിൽ എത്ര പേരാണ് കുടുങ്ങിയിരിക്കുന്നത്? യേശു അപ്പോസ്തലന്മാരും പഠിപ്പിക്കുകയും പുതിയ നിയമത്തിൽ ഉടനീളം നാം കാണുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് എത്ര വ്യത്യസ്തമാണിത്. എന്നാൽ ബാബിലോണിന്റെ വശീകരണ ശക്തിയുടെ സ്വാധീനം മൂലം അവർക്ക് സത്യം കാണാൻ കഴിയുന്നില്ല. ഇത് ക്ഷുദ്രമാണ്, വഞ്ചനയാണ്. ഒരു ഉദാഹരണം മാത്രം നോക്കുക. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും പണത്തെയും കൂടി സ്നേഹിക്കാൻ ആവില്ല. നിങ്ങൾ ഒന്നിനെ സ്നേഹിച്ചാൽ മറ്റേതിനെ പകയ്ക്കും. ലൂക്കോസ് 16:13. എന്നാൽ തങ്ങൾക്ക് രണ്ടിനെയും ഒരേ സമയം സ്നേഹിക്കാൻ കഴിയുമെന്ന് എത്രയോ വിശ്വാസികൾ ചിന്തിക്കുന്നു. എന്നാൽ അന്തിമ ദിവസം തങ്ങൾ ബാബിലോണിന്റെ വശീകരണ വലയ്ക്ക് ഉള്ളിലായിരുന്നു എന്ന് അവർ കണ്ടെത്തും. അവർ ദൈവത്തെ സ്നേഹിച്ചിരുന്നു എന്നത് കേവലം സങ്കല്പം മാത്രമായിരുന്നു. തങ്ങളുടെ മുഴുവൻ ഹൃദയത്തോടെയും അവർ പണത്തെ സ്നേഹിക്കുകയും ദൈവത്തെ വെറുക്കുകയുമാണ് ചെയ്തിരുന്നത്. സോ അപ്പൊ നമ്മൾ വെളിപാട് 18:23 വാക്യം ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടെ. ഞാൻ ആ വീണകളുടെ 3 റെഫറൻസ് അതിൽ വെളിപാട് 4 ഞാൻ നോക്കി, പക്ഷെ വെളിപാട് 5 അപ്പൊ സ്വർഗത്തില് അപ്പൊ ഇവിടെ ബാബിലോണിലെ വീണകളുടെ കാര്യം നമ്മളിപ്പം വെളിപാട് 18:22 കണ്ടു. ഞാൻ ആ റെഫറൻസ് കറക്റ്റായിട്ട് എടുക്കാൻ വെളിപാട് 15:2 നമ്മൾ കണ്ടു എന്ന റെഫറൻസ് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു. വെളിപാട് 5:8 ഞാൻ വെളിപാട് 4:8 എന്റെ ഓർമ്മ, അത് കണ്ടുപിടിക്കാൻ പറ്റാതെ പോയി. വെളിപാട് 5:8 സ്വർഗത്തിലെ വീണയുടെ കാര്യം നമ്മളോട് വായിക്കുന്നത്. അപ്പം ബാബിലോണിലും വീണയുണ്ട്, സ്വർഗത്തിലെ വീണയുണ്ടെന്ന് പറയുമ്പോൾ അത് അപ്പം വാദ്യോപകരണങ്ങള് കൈയുടെ സന്തതികളെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മൾ വാദ്യോപകരണങ്ങള് സംഗീതോപകരണങ്ങള് ഉപയോഗിക്കരുതെന്നല്ല, സ്വർഗത്തിലും വീണയുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ചെറിയ കീബോർഡോ ചെറിയ എന്താ പറയുന്നത് ജാലറയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അത് ദൈവനാമൂത്രത്തിലായിട്ട് നമുക്ക് നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാം. എന്നാൽ ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അത്രമാത്രം അങ്ങ് മനുഷ്യരുടെ അറ്റൻഷനെ ആ ശ്രദ്ധയെ ദൈവത്തിൽ നിന്ന് ബാക്കി ആ സംഗീതോപകരണങ്ങളിലേക്ക് ആ ശ്രദ്ധ അങ്ങ് മാറ്റത്തക്ക രീതിയിൽ അത് ആ മ്യൂസിക് ലീഡ് ചെയ്യുന്ന ആൾക്കാരാവട്ടെ, സോങ്സ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാവട്ടെ, അല്ലെങ്കിൽ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലേക്കോ കർത്താവിലേക്ക് ശ്രദ്ധ പോകാതെ അതിലേക്ക് ശ്രദ്ധ പോകത്തക്ക രീതിയിലൊക്കെ ആവുമ്പോൾ അത് വളരെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട കാര്യം. അതുകൊണ്ട് ഈ വലിയ ചില തരത്തിലുള്ള ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ അത് വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ എന്നുള്ള കാര്യമൊക്കെ നമ്മളെ സൗകര്യങ്ങൾ നമ്മൾ പറയാറുള്ളത്. അത് വെളിപാട് 5:8 വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അവിടെ വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം. അപ്പൊ അവിടെ സ്വർഗത്തിലെ ഒരു വീണയുടെ കാര്യം നമ്മൾ വെളിപാട് 5:8 നമ്മൾ വായിക്കുന്നത്. പിന്നെ വെളിപാട് 14:2 പുത്തൻ യെരൂശലേം കാന്തയുടെ കാര്യമാണ് നമ്മൾ 144,000 പേരുടെ കാര്യം വായിക്കുമ്പോഴും ആ ഒരു അതിന്റെ 2ാമത്തെ വാക്യത്തില് ഈ ശബ്ദം അത് ഒരു ഉപമയായിട്ട് പറഞ്ഞിരിക്കുക. ആ പുതിയ പാട്ട് കാന്ത പാടുമ്പോ അത് കേട്ട ഘോഷം വൈണികന്മാർ, അതായത് വീണ മീട്ടുന്നവർ, വൈണികന്മാർ എന്ന് പറഞ്ഞാൽ വീണ മീട്ടുന്നവരെയാ വൈണികമെന്ന് പറഞ്ഞ വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു അവരുടെ ഘോഷം. അതുപോലെ ഒരു പുതിയ സംഗീതം പോലെ ആയിരുന്നു നമ്മളുടെ വാക്കുകള് വീണ മീട്ടുന്ന പോലെ ഒരു സ്വർഗീയ സംഗീതം പോലെ അത് മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നതാണോ അതോ മറ്റുള്ളവരെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതോ നിരാശപ്പെടുത്തുന്നതോ അതുപോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണോ എന്നുള്ള കാര്യമാണ് നമ്മളവിടെ കാണണ്ടേ. അവിടെ ജീവൻ പകരുന്ന പെരുവെള്ളത്തിന്റെ ഇരച്ചില് പോലെയായിരുന്നു അവിടെ കാന്തയുടെ ശബ്ദം എന്ന് വെളിപാട് 14:2 നമ്മൾ വായിക്കുന്നു. കാന്തന്റെ ശബ്ദവും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണെന്നാണ് യേശു കർത്താവിന്റെ ശബ്ദത്തെക്കുറിച്ചും വെളിപാട് 1:15 നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മൾ വെളിപാട് 5:8 കണ്ടു, വെളിപാട് 14:2 കണ്ടു, വെളിപാട് 15:2 നമ്മൾ ഓൾറെഡി ഇപ്പം ഞാൻ എടുത്തായിരുന്നു. അവിടെ നമ്മൾ ദൈവത്തിന്റെ വീണകൾ എന്നുള്ളൊരു പദപ്രയോഗം. അപ്പൊ ആ ദൈവികമായ വീണകളെ കുറിച്ച് വെളിപാട് 5:8 14:2 15:2 ഒക്കെ നമ്മൾ വായിച്ചു. ബാബിലോണിന്റെ വീണകളും അതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോ നമ്മളിപ്പം വീണയായിരിക്കത്തിലായിരുന്നു ഗിറ്റാറോ കീബോർഡോ ഉള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് ദൈവത്തിൻ്റെതായിട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതോ നമ്മളുടെ
നമ്മളുടേതായ ഒരു എക്സോൾട്ടേഷന്, നമ്മളുടേതായ ഒരു ഈവൻ അത് മ്യൂസീഷ്യൻസ് ആവട്ടെ, അതായത് പാട്ട് പാടുന്നവരാവട്ടെ, ഇതുപോലെ സംഗീതോപകരണങ്ങൾ വായിക്കുന്നവരാവട്ടെ, ഞങ്ങളെ തന്നെ ഉയർത്തുന്ന ഒരു ആത്മാവ് ഇപ്പോഴും അത് ബാബിലോണിന്റെ, ഇത് ക്രിസ്തുവിന്റെ വേശ്യയുടെ ആത്മാവാണ്, ലോകത്തിന്റെ കാര്യമാണ് മനുഷ്യമാനം തേടുന്നത്. എന്നാൽ നമ്മൾ ഈ കാര്യങ്ങൾ തന്നെ നമ്മൾ ദൈവോന്മുഖമായിട്ട്, ദൈവത്തിന് പ്രസാദകരമായിട്ട് ചെയ്യുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹപ്രദമാവും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്. ഈവൻ എലീഷയ്ക്ക് ഒരു സമയത്ത് ഒരു പ്രവചനം ലഭിക്കുന്നതിന് അവിടെ സംഗീതം വായിച്ചതിന് ശേഷമാണ്, അവിടെ ഒരു പാട്ട് പാടിയതിനു ശേഷമാണ് ആ ഒരു എലീഷ പ്രവചിക്കാൻ തുടങ്ങിയതായിട്ടൊക്കെ അങ്ങനെ ഒരു കാര്യമൊക്കെ നമ്മള് രാജാക്കന്മാരുടെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു കാണുന്നുണ്ട്. 2 രാജാക്കന്മാർ 3-ാം അധ്യായം മറ്റോ ആണെന്നാണ് എന്റെ ചെറിയൊരു ഓർമ്മ. ഞാൻ അത് എടുത്ത് നോക്കിയാൽ അത് ഉണ്ടോന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ പിന്നീട് ആ റെഫറൻസ് കാണുമ്പം സാഗ്വേർ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ആ ഒരു റെഫറൻസ്. അതായത് എലീഷ പ്രവചിക്കുന്നത് ആ ഒരു പാട്ട് കേട്ടതിന് ശേഷം അത് ഒരു പ്രവചന സന്ദേശം അതിലൂടെ ലഭിക്കുവാൻ എലീഷയ്ക്ക് കാരണമായി തീർന്നതായിട്ട് നമ്മള് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. സോ അപ്പൊ ഇനി നമ്മള് തിരിച്ച് വെളിപാട് 18-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം, വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നെ പ്രകാശിക്കുകയില്ല. അതായത് ഇനിയിപ്പോ വലിയ അന്ധകാരമായിരിക്കും. ഇതുവരെ വലിയ ലൈം ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവള് തിളങ്ങി നിന്നു. എന്നാൽ ഇപ്പം വിളക്കിന്റെ വെളിച്ചം പോലും ഇനിയില്ല. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിങ്ങൾ കേൾക്കുകയില്ല. വലിയ ആഡംബരത്തോടുള്ള വലിയ കല്യാണങ്ങളും ആർഭാടങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇന്ന് കല്യാണങ്ങൾ എന്ന് പറയുന്നത് എന്താ, വലിയൊരു ധൂർത്തിന്റെ ആർഭാടത്തിന്റെ ഒരു ഓഫ് കോഴ്സ് നമുക്ക് ഉള്ള സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ദൈവനാമമഹത്വത്തിനായിട്ട് കാര്യങ്ങൾ അത് നമുക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ അതൊരു എന്താ പറയുക, ഒരു ഷോ ഓഫ് മാതിരി, ഒരു വല്ലാത്തൊരു ആഡംബരത്തിന്റെ, വെറുതെ ഒരു ധൂർത്തിന്റെ ഒരു കാര്യമായിട്ട് ആയിത്തീരുന്ന കാര്യങ്ങൾ, അതൊക്കെ ഈ ബാബിലോണിന്റെ കാര്യങ്ങളാണ്. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിങ്ങൾ കേൾക്കുകയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. വ്യാപാരികൾ വലിയ മഹത്തുക്കൾ, വലിയ ഗ്രേറ്റ് മെൻ ആയിരുന്നു. വലിയ വലിയ കോടീശ്വരന്മാര്, മൾട്ടി ബില്യണിയേഴ്സ് ഒക്കെ ആയിരുന്നു നിന്റെ വ്യാപാരികള്. വലിയ ഫോബ്സ് ലിസ്റ്റ് ഓഫ് റിച്ചസ്റ്റ് പീപ്പിൾ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെയൊക്കെ കൂട്ടത്തിൽ വരുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ആയിരുന്നു ഈ വ്യാജസഭയുടെ വ്യാപാരികളായിട്ട്, അതുമായിട്ടുള്ള ബിസിനസ് ചങ്ങാത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ മഹത്വം, ആ ഭൂമിയിലെ മഹത്വങ്ങളായിരുന്നു എന്ന് പറയുമ്പം ആ ഒരു ലോകത്തിന്റെ മഹത്വം അന്വേഷിക്കാൻ പോകുന്നതാണ് ഈ ബാബിലോണിന്റെ ആത്മാവ് എന്നുള്ളൊരു കാര്യം നമ്മൾ വീണ്ടും ഇപ്പം നമ്മള് അത് അതിബോധ്യം പുസ്തകത്തിൽ നമ്മൾ ഇപ്പം വായിച്ചു കേട്ടത്. ആ ഒരു ക്രിസ്തുവിനെ പിൻഗമിക്കുമ്പം ലോകക്കാരായിട്ടുള്ളവർ നമ്മളെ പുച്ഛിക്കുകയും നിന്ദിക്കുകയും നമ്മളെ വിടക്കം നിണ്ണുകയും നമ്മളെ അകറ്റി നിർത്തുകയൊക്കെ ചെയ്യും. എന്നാൽ ലോകത്തിലെ മഹത്തുക്കളായിട്ടുള്ള ആൾക്കാരാണ് ഈ ബാബിലോണിന്റെ സുഹൃത്തുക്കളായിട്ട് കാണപ്പെടുന്നത്, വ്യാപാരികളായിട്ട് കാണപ്പെടുന്നത്. ആൻഡ് ഓൾ ദി നേഷൻസ് വി ഡിസീവ്ഡ് ബൈ യുവർ സോസറി, നിന്റെ ക്ഷുദ്രത്താല്, നിന്റെ ആ ഒരു വശീകരണ ശക്തിയാല്, ഇത്രയൊക്കെ കാര്യങ്ങള് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പണത്തെയും ദൈവത്തെയും മാമോനെ ഒരുമിച്ച് സേവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നിനെ പകച്ച് മറ്റൊന്നിനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ഒന്നിനെ ദ്വേഷിച്ച് മറ്റൊന്നിനെ പറ്റിച്ചേരണം എന്നൊക്കെ ലൂക്കോസ് 16-ന്റെ 13-ാമത്തെ വാക്യം നമ്മുടെ സഭയിൽ നമ്മുടെ സാഗ്വേർ വീണ്ടും ഊന്നി പറയുന്ന ഒരു വാക്യമാണ്. ലൂക്കോസ് 16-ാം അധ്യായത്തിന് 13-ാമത്തെ വാക്യത്തില് അത് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്. ദൈവത്തെയും സാത്താനെയും ഒരുമിച്ച് സേവിക്കാൻ ഒക്കുമെന്ന് നമ്മൾ ആരും വിചാരിക്കത്തില്ല. ദൈവത്തെയും സാത്താനെയും എന്തായാലും ഒരാൾക്കും ഒരുമിച്ച് സേവിക്കാൻ ഒക്കത്തില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നാൽ ദൈവത്തെയും പണത്തെ ഒരുമിച്ച് സേവിക്കാൻ ഒക്കൂ, അത് പറ്റുമെന്നുള്ള രീതിയിലാണ് ഇന്ന് ക്രിസ്തീയ ലോകത്തിന്റെ ഒരു പോക്ക്. എന്നുവെച്ചാൽ ഒരു പണം, പൈസ, അത് എങ്ങനെ ആയാലും എന്താ എന്നുള്ള രീതിയിലാണ്. എന്നാൽ പണമാണ് പല കാര്യങ്ങളും, പല തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇന്ന് ക്രിസ്തീയ ലോകത്തിന്റെ ഒരു പോക്ക്. ലൂക്കോസ് 16-ന്റെ 13-ാമത്തെ വാക്യം, 2 യജമാനന്മാരെ സേവിക്കുവാൻ ഒരു ഭൃത്തിനും കഴിയില്ല. 2 യജമാനന്മാര്, ദൈവം ഒരു യജമാനാണെങ്കിൽ മറ്റേ യജമാനൻ ആരാണെന്ന് നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ നമ്മൾ ഒരിക്കലും സാത്താനായിരിക്കും. എന്നാൽ സാത്താനെയും ഡയറക്റ്റ് ആയിട്ട് സേവിക്കുന്ന കാര്യം ഒരു ദൈവമകനോ ഒരു ദൈവബദലോ ആലോചിക്കുക പോലും ഇല്ല. എന്നാൽ നമ്മള് സാത്താന്റെ ഒരു ഏജന്റ് ആയിട്ടുള്ള ഈ ഒരു മാമോൻ എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളോ ഈ മാമോൻ എന്നുള്ള വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ
പണത്തെ സേവിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം. എന്ന് വെച്ചാൽ പണത്തെ സേവിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പണം നമ്മളുടെ യജമാനനാണ്, ദൈവം നമ്മളുടെ യജമാനനാകണം, അല്ലെങ്കിൽ പണം നമ്മളുടെ യജമാനനാകാനുള്ള ഒരു സാധ്യതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. പണം നമ്മളുടെ യജമാനൻ എന്ന് പറയുമ്പോൾ പണം നമ്മളോട് എങ്ങോട്ട് പോകാൻ പറയുന്നു. അതായത് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ സാഗ്ബർ തന്നെ കേട്ടിട്ടുണ്ട്. അതായത് രണ്ടാൾക്കാരുണ്ട്, എ ബി. ഇതിന്റെ ആരാണ് എന്റെ യജമാനൻ എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? എ എന്നടുക്ക് പറയുന്നു അങ്ങോട്ട് വാ, ബി എന്നടുക്ക് പറയുന്നു അങ്ങോട്ട് വാ. അപ്പൊ ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നതനുസരിച്ച് ഞാൻ ആരുടെ ദാസനാണെന്നുള്ളത്. അപ്പം പണമാണ് നമ്മുടെ ദാസനെങ്കിൽ പണം പറയുന്നു ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോഴേക്കും നമ്മള് പണം കൂടുതൽ കിട്ടുന്നിടത്തേക്ക് ആ പണത്തിന്റെ പിന്നാലെ അങ്ങനെ പോകുന്നു. എന്നാൽ ദൈവം നമ്മളോട് കാര്യങ്ങൾ പറയുന്നു, നമ്മള് ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കും. എന്ന് വെച്ചാൽ നമ്മള് ദൈവത്തിന്റെ ഹിതത്തിൽ തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം നമ്മൾ ഏൺ ചെയ്യുകയും റൈച്ചസ് ആയിട്ട് നീതിപൂർവമായിട്ട് ടാക്സ് ഒക്കെ കൊടുത്ത് നമ്മള് ദൈവത്തിന്റെ ഹിതത്തിനുള്ളിൽ നമ്മൾ മാക്സിമം നമ്മൾ ഏൺ ചെയ്യുന്നതിൽ തെറ്റില്ല. അങ്ങനെ നമ്മൾ ചെയ്യണം, അത് നമ്മൾ സേവ് അപ്പ് ചെയ്യണം, എല്ലാം നല്ലത് തന്നെ, എല്ലാം ചെയ്യേണ്ടത് തന്നെ. എന്നാൽ നമ്മള് പണത്തിനായിട്ട് കൂടുതൽ പണം അതിനായിട്ട് എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അതിനെക്കുറിച്ച് തന്നെ ധ്യാനിച്ച് ഈ പണത്തെ തന്നെ ആരാധിച്ച് അത് കിട്ടാൻ വേണ്ടി ഏതൊരറ്റം വരെയും പോവുകയും നമുക്ക് ദൈവത്തിന്റെ കാര്യങ്ങളിലേക്കോ ദൈവത്തിന്റെ വേലയിലേക്കോ ദൈവത്തിന്റെ സഭയിലേക്കോ പോലും ശ്രദ്ധ കൊടുക്കാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങളിലേക്കോ ജാഗരിക്കാനോ ഒന്നും സമയമോ ഒന്നും ഇല്ലാതെ വണ്ണം നമ്മൾ പണത്തിന്റെ പിന്നാലെ അങ്ങ് വശീകരിക്കപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മൾ ഈ ബാബിലോണിന്റെ സ്പിരിറ്റില് അധീനപ്പെട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ആ കാര്യമാണ് നമ്മളിപ്പം ഇവിടെ ലൂക്കോസ് 16:13 വാക്യത്തിൽ 2 യജമാനന്മാരെ സേവിക്കുവാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. അപ്പം ഒന്നുകിൽ നമ്മള് പണത്തെ പകയ്ക്കുമ്പോഴേ നമുക്ക് ദൈവത്തെ നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിന് അതിന്റെ ഒരു അടയാളമായിട്ട് തീർത്തുള്ളൂ. നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുമ്പം നമ്മള് പണത്തിനെ പകയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പണം ഉപയോഗിക്കുന്നു എന്നാൽ നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് ഇല്ല. നമ്മള് ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് അത് ചെലവഴിക്കുവാന് നമുക്ക് അതിനൊരു നമ്മള് എല്ലാം എന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന പണം, ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ നമ്മളുടേതായ എല്ലാ വസ്തുവകകളോ കാര്യങ്ങളോ എല്ലാം കർത്താവിൻ്റെതാണ്. അതൊന്നും എന്റേതായിട്ട് ഞാനിങ്ങനെ ഇസഹാക്കിനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. ദൈവം യാഗമായിട്ട് അർപ്പിക്കാൻ പറഞ്ഞ് യാഗമായിട്ട് അർപ്പിച്ചതിന് ശേഷം ഇസക്കിനെ തിരിച്ചു കൊടുത്തു. എന്നാൽ അത് എബ്രഹാം അത് മറ്റേതുപോലെ അള്ളിപ്പിടിച്ച് ഹോൾഡ് ചെയ്തിരിക്കുമല്ലായിരുന്നു, മറിച്ച് ദൈവത്തിൻ്റെതാണ്, എപ്പോ വേണമെങ്കിലും എടുക്കാം എന്നുള്ള ഒരു തുറന്ന കൈകളിലായിരുന്നു. മറ്റേത് അങ്ങ് ഗ്രാബ് ചെയ്യുന്ന ഹാൻഡ്സിലായിരുന്നു. എന്ന് പറയുന്നത് പോലെ നമുക്കുള്ളതെല്ലാം നമ്മൾ കർത്താവിനെ സമർപ്പിക്കുന്നു. അപ്പോ കർത്താവ് നമുക്ക് തന്നെ നമ്മൾ അതിന്റെ ഒരു സ്റ്റ്യൂവേർഡ്സ് ആണ്, കാര്യവിചാരകന്മാരാണ്. നമ്മൾ അതിനോടങ്ങ് പറ്റിച്ചേർന്നത് കുറച്ച് കടലാസുകള് ദൈവം കുറച്ച് നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട്, ദൈവമൂർത്തത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ടും ചെലവഴിക്കാനായിട്ടൊക്കെയാണ്. അപ്പം അത് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത് പോലെ നമുക്ക് ആത്മാവിലുള്ള ഒരു പ്രോംപ്റ്റിങ്ങും ലീഡിങ്ങും ഒക്കെ അനുസരിച്ച് ദൈവജന പ്രകാരം അത് ദൈവനാമൂർത്തത്തിനായിട്ട് നമ്മളത് ചെലവഴിക്കുക, അത് സേവ് അപ്പ് ചെയ്യുക, അത് ഉപയോഗിക്കുക എന്നുള്ള കാര്യമൊക്കെയാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. സേവ് അപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് സൂക്ഷിക്കുക, അത് സേവ് അപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് സമ്പാദിക്കുന്നതിനെ കുറിച്ച്, അത് സൂക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രോവേർബ്സ്, അതായത് സദൃശവാക്യം 6:5-6 വാക്യങ്ങളിലൊക്കെ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുന്നതിന്റെ കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം സേവ് അപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും മക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ കുടുംബക്കാർക്ക് വേണ്ടിയും കരുതുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ 1 തിമോഥെയോസ് 5:8 2 കൊരിന്ത്യർ 12:15 വാക്യങ്ങളിലും ഒക്കെ മാതാപിതാക്കളെ കുട്ടികൾക്ക് വേണ്ടി കരുതുന്നതിനെ കുറിച്ച് അവിടെ 2 കൊരിന്ത്യർ 12:14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാര്, അപ്പനമ്മമാര് മക്കൾക്ക് വേണ്ടി കരുതേണ്ടതല്ലയോ എന്നുള്ളൊരു കാര്യം കാണുന്നുണ്ട്. 1 തിമോഥെയോസ് 5:8 സ്വന്തം ഹൗസ് ഹോൾഡിന്, സ്വന്തം കുടുംബക്കാർക്ക് കരുതാത്തവന് അവിശ്വാസികളെക്കാട്ടിലും മോശമാണെന്നുള്ള കാര്യമൊക്കെ 1 തിമോഥെയോസ് 5:8 നമ്മൾ വായിക്കുന്നുണ്ട്. അധ്വാനിക്കാൻ മനസ്സില്ലാത്തവന് അപ്പം തിന്നാനും യോഗ്യതയില്ല എന്നുള്ള കാര്യം, ആഹാരം കഴിക്കുകയും വേണ്ടെന്നുള്ള കാര്യം 2 തെസ്സലോനിയർ 3:10 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമ്മൾ തീർച്ചയായിട്ടും അധ്വാനിക്കുകയും സേവ് അപ്പ് ചെയ്യുകയും എല്ലാം ചെയ്യണം. എന്നാൽ നമുക്കതൊരു നിക്ഷേപമായിട്ട്, അത് നമ്മുടെ ഒരു ട്രഷറായിട്ടായി തീരരുത്. ഭൂമിയിൽ നമുക്കൊരു ട്രഷറായി തീരത്തക്ക രീതിയിൽ നമ്മളത് അതിനോട് പറ്റിച്ചേരരുത്. അത് നമുക്കായിട്ടല്ല, നമ്മളുടെ അടുത്ത തലമുറയ്ക്കായിട്ടും കാര്യങ്ങൾക്കായിട്ടും നമ്മൾ സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കായിട്ടൊരു നിക്ഷേപമായിട്ട്, അതൊരു ട്രഷറായിട്ട് നമ്മളുടെ
നമ്മുടെ ഹൃദയം എപ്പോഴും അതിൽ തന്നെ ഇരിക്കത്ത രീതിയിൽ ആ കാര്യങ്ങളെ അതായത് അതൊരു വിഗ്രഹമായി തീരരുത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അത് ഇപ്പൊ നമ്മള് ലൂക്കോസ് 16:13 നമ്മളിപ്പോ വായിച്ച്, ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നമ്മളെ കർത്താവിനോട് പറ്റിച്ചേർന്നെങ്കിൽ പണത്തിനെ നമ്മൾ അതുപോലെ ഡിസ്പൈസ് ചെയ്യും, അല്ലെങ്കിൽ അല്പം എണ്ണം. നിരസിക്കുക എന്നുള്ള വാക്യം ഡിസ്പൈസ് ചെയ്യും. നിരസിക്കുക എന്ന് പറയുമ്പോൾ വേണ്ടെന്ന് വെക്കത്തുള്ളതല്ല, വേണ്ടെന്ന് വെക്കാൻ ദൈവം പറഞ്ഞെടുത്ത് വേണ്ടെന്ന് വെക്കേണ്ട. അതിനെ നമ്മൾ വലിയ കാര്യമായിട്ട് എണ്ണുന്നില്ല. അത് കുറച്ച് കൂടുതൽ കിട്ടിയാലും കുറച്ച് കുറവായി പോയാലും, അതിന് കുറച്ച് നഷ്ടം വന്നാലും കുറച്ച് ലാഭം കൂടുതൽ കിട്ടിയാലും ഒക്കെ ദൈവമേ അവിടുന്ന് എല്ലാം അറിയുന്നു, അവിടുത്തെ കൺട്രോളിലായെല്ലാം, അവിടത്തേക്ക് എല്ലാം പരമേൽപ്പിക്കുന്നു. അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ ഇത് അവിടുത്തെ പൈസയാണ്, അവിടുന്ന് തന്നതാ, അത് തുറന്ന കാര്യങ്ങളില് ആ ഒരു കാര്യമാകുമ്പോൾ നമ്മൾ ഇത്ര സ്വസ്ഥതയിലായിരിക്കും. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഈ ബാബിലോണിന്റെ ആത്മാവിലേക്ക് അങ്ങ് മലീമസപ്പെടുവാൻ ഇന്ന് അനേകർ എന്താ യേശുവിനെ വിളിക്കുന്നത് കൂടുതൽ പൈസ ഉണ്ടാക്കാനും അവരുടേതായ സ്വാർത്ഥലാഭത്തിന് വേണ്ടി ദൈവത്തിനെ ഉപയോഗിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇട്ടാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ മാനിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ ഇന്ന് ഓരോ ഇന്നത്തെ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെയുള്ള ഒരു വലിയ വലിയ സോക്കോൾഡ് വലിയ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നൊക്കെ പേരെടുക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇതുപോലൊക്കെ യൂട്യൂബിൽ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ വിളിച്ചു പറയുന്നത്. ദൈവത്തിന്റെ പേരും പറഞ്ഞ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ എനിക്ക് 8 കോടി തരണം, നിങ്ങളുടെ 1 മാസത്തെ ശമ്പളം ഇട്ട ഇദ്ദേഹത്തിന് 8 കോടി ആവുമെന്ന് പറയാൻ തക്കവണ്ണം ജാള്യതയില്ലാത്ത അതുപോലൊക്കെയുള്ള കള്ളപ്രവാചകന്മാരും വ്യാജ സുവിശേഷകന്മാരും ഒക്കെ അതുപോലെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്തീയ ലോകത്തെ നമ്മളുള്ളത്. അത് നമ്മളിപ്പോ 23-ാമത്തെ വാക്യത്തില് ഒരു ഡിസീവ്ഡ് ബൈ എ സോഴ്സറി, ഇതൊരു പണം ബാബിലോണിന്റെ ആത്മാവ് ഒരു ക്ഷുദ്രപ്രവൃത്തി മാതിരി, ഇതൊരു മാജിക്കൽ സ്പെല്ല് മാതിരി, ഒരു വശീകരണ ശക്തിയുള്ള ഒരു കാര്യം. ഇത്രയൊക്കെ വ്യക്തമായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അതേ ബൈബിളും പിടിച്ചുകൊണ്ട് ഇതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുകയും അതൊക്കെ വാവിളിച്ചിരുന്ന് വിഴുങ്ങുകയും ചെയ്യുന്ന മണ്ടന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ അവർ ദൈവജ്ഞാനം തീർത്തും ഇല്ലാത്ത പുരുഷന്മാരായിട്ടുള്ള വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാരും ഒക്കെയാണ് ഇന്ന് പലയിടങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അതിന്റെ 24-ാമത്തെ വാക്യം കൂടി നമ്മളിപ്പോ വായിച്ച് ജഗതീർപ്പം ആന്തിമോചനം പുസ്തകത്തിലെ 18-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം കൂടി ഇപ്പം വായിക്കുകയും അതിന്റെ പോർഷൻ ഇപ്പം ഡിസ്പ്ലേയും ചെയ്യാമല്ലോ. വാക്യം 24, പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിൽ ആണല്ലോ കണ്ടത്. ഈ ബാബിലോണിയ സംവിധാനം പല യഥാർത്ഥ ദൈവദാസന്മാരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഈ ബാബിലോണിയ സമ്പ്രദായത്തെ ഒരു പ്രവാചകൻ തുറന്നു കാട്ടിയാൽ ഈ സംവിധാനത്തിന്റെ ഭാഗമായിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിൽ അവന് അംഗീകാരം ലഭിക്കുകയില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവൻ പീഡിപ്പിക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്യും. അവളുടെ തിന്മയ്ക്കും ദുർനടപ്പിനും ലോകമയത്വത്തിനും എതിരെ നൂറ്റാണ്ടുകളായി നിന്ന നിരവധി ആളുകളുടെ രക്തം ചൊരിഞ്ഞതിന്റെ കുറ്റം ബാബിലോണിന്റെ മേലുണ്ട്. കർത്താവിന് ഈ സമ്പ്രദായത്തിന്മേൽ ഒന്നും ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് അതിവേഗം അവളെ വിട്ടുപോരുവിൻ, ഏറെ വൈകിപ്പോകും മുമ്പ് എന്നാണ്. അപ്പൊ നമ്മളെ വെളിപാട് 18-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടു. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. അപ്പം വിശുദ്ധന്മാരെന്ന് പറയുമ്പം എല്ലാ വിശ്വാസികളെയും കുറിക്കുന്ന ഒരു പദമാണ് വിശുദ്ധന്മാര്. നമ്മളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. എഫേസ്യർ 1:1 പല ലേഖനങ്ങളുടെയും തുടക്കത്തിൽ സെയിൻസ് ഇൻ ദ ചർച്ച് അറ്റ് എഫേസസ്, സെയിൻസ് എന്നുള്ള വാക്ക്, ആഗിയാസ് എന്നുള്ള ആ ഒരു വാക്ക് വിശുദ്ധന്മാരെ കുറിക്കുന്ന ഒരു വാക്ക്. ആ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞ വാക്ക് അത് എല്ലാ വിശ്വാസികളെയും കുറിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ ദൈവജനത്തിൽ കാണുന്ന. ഇന്ന് ബാബിലോണി സമ്പ്രദായത്തിലാണ് പലരും വിശുദ്ധന്മാരായിട്ടൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യാൻ പല പ്രോസസ്സുകളും പല സ്റ്റെപ്പുകളും പല വ്യാജ അത്ഭുതങ്ങൾ അതിനായിട്ട് അവര് പഠിച്ചുണ്ടാക്കി അതുപോലുള്ള പല കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇന്നയാൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു, ഇന്ന അത്ഭുതം അവിടെ നടന്നു. യഥാർത്ഥത്തിലുള്ള ദൈവത്തിന് അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു ഇങ്ങനെ ഇതുപോലുള്ള കുറെ വിശുദ്ധന്മാരും കാര്യങ്ങളൊക്കെ എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ അതിന്റെ പേരിൽ കുറെ അവിടെ കുറെ കാണിക്കപ്പെട്ടിയൊക്കെ വെക്കുമായിരിക്കും ഇവര്. അത് ഇവർക്കൊരു വരുമാന മാർഗമാകുമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബാബിലോണിൽ കാണുന്നത്.
എന്ന് ഇവിടെ നമ്മൾ 24-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? വിശുദ്ധന്മാരുടെ, എന്നാൽ പ്രത്യേകിച്ച് പറയുക പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെതിരായിട്ട് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചകന്മാർ. ഈ ബാബിലോണിനെതിരായിട്ട് പറയുന്ന യഥാർത്ഥത്തിലെ ദൈവവചനത്തിലെ ആ ഒരു നിർമ്മലമായിട്ടുള്ള സത്യം, അത് കർത്താവിന്റെ ഹൃദയഭാരത്തോടെ കാര്യങ്ങളെ ദൈവജനത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അറിയിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള പ്രവചകന്മാര്. അപ്പൊ അവര് അവര് ഈ ബാബിലോണിന്റെ വേശ്യാത്തനത്തെ തുറന്നു കാട്ടുമ്പോൾ ഈ ബാബിലോണിയൻ സ്പിരിറ്റ് ഉള്ള വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് അത് പിടിക്കൂ ഇല്ല. അവരെങ്ങനെങ്കിലും അവരെ കൊന്നുകളയാൻ നോക്കും. കൊന്നുകളയാൻ പറ്റിയില്ലെങ്കിൽ വാഗുണ്ട് കള്ളക്കേസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള കാര്യങ്ങള്, പല കഥകൾ പറയാനോ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കാനോ അങ്ങനെയൊക്കെ നോക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റമാണിത്. അതിന്റെ ആ ഒരു ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞാൽ അവിടെ രക്തം അവിടെയല്ലോ കണ്ടത്. അത്രമാത്രം ഒരു സാധാന്യമായ ഒരു സമ്പ്രദായമാണ് ഈ ഒരു ലോകമൈത്രത്തിൻ്റെക്ക് പോകുന്ന ഒരു യേശുവിന്റെ പേരും പറഞ്ഞുള്ള ഒരു പോക്ക് എന്നുള്ളൊരു കാര്യം. അതൊരു ചില്ലറ കാര്യമല്ല. ദൈവജനം അത് വളരെ സീരിയസ് ആയിട്ട് വളരെ ന്യായവിധിയുള്ളൊരു കാര്യമായിട്ട് നമ്മളത് കാണുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ നമ്മളിപ്പോ അതിവചന പുസ്തകത്തിൽ വായിച്ചത്, കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളാവുന്നതിന് മുമ്പേ എത്രയും പെട്ടെന്ന് കെട്ടിടമൊക്കെ ഇടിഞ്ഞു വീഴുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് അതിനകത്തുനിന്ന് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഇതാ കൂടി നിങ്ങളുടെ തലമുണ്ടേക്ക് ആയിരിക്കും ഇടിഞ്ഞു വീഴുന്നതെന്ന് നമ്മൾ പറയുന്നത് പോലെ ആ സോദോം ഗൊമോറയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങനെ വന്നോ, അല്ലെങ്കിൽ തിരിഞ്ഞ് അവിടെ നോക്കി നിന്ന് അവിടെ ഉപ്പ് തൂണായിട്ട് അവിടെ നിൽക്കും എന്ന് ലോത്തിന്റെ ഭാര്യയുടെ അവസ്ഥ വരെ. റിമെമ്പർ ലോട്ട്സ് വൈഫ് എന്ന കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോടനുബന്ധിച്ച് ലൂക്കോസ് 17-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മളും അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും സമ്പ്രദായത്തിലുള്ളവര്, പാരമ്പര്യ ഒരു ദൈവവചന പ്രകാരമല്ലാത്ത സഭയെന്ന പേരുള്ള പല കൂട്ടങ്ങളിലുള്ളവരൊക്കെ അവർക്കുള്ള ഒരു വിളിയാണ് അങ്ങനെയുള്ളതൊക്കെ വിട്ടുപോകുന്ന ദൈവം പണിയുന്ന ആ ഒരു നിർമ്മലമായിട്ടുള്ള ഒരു കൂട്ടം. അത് ഒരുപക്ഷെ ചെറിയ കൂട്ടമായിരിക്കും. വലിയ മണിമാളികകളോ വലിയ കത്തീഡ്രലോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. വലിയ സെറ്റപ്പുകളും വലിയ ചട്ടക്കൂടും ഒന്നും ഇല്ല. സിമ്പിളായിട്ട് പാവം സഹോദരങ്ങള് അവര് ഒരുമിച്ച് വരുന്നു. എന്നാ അവിടെയാണ് കർത്താവ് എവിടെ ജനിച്ചേ? രാജകൊട്ടാരത്തിലല്ല, കാലിത്തൊഴുത്തിലാണ് ജനിച്ചേ. അപ്പൊ ആ ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ച ആ ഒരു കർത്താവിനെ നമ്മള് പിന്തുടരുന്നേ. അപ്പൊ ആ ഒരു വലിയ സെറ്റപ്പും വലിയ സംവിധാനങ്ങളും തിരക്കി പോകുന്നവര് ഇതുപോലുള്ള ബാബിലോണിൽ ചെന്ന് അകപ്പെട്ടു പോകും. എന്ന യഥാർത്ഥത്തിൽ കർത്താവിനെ തിരയുന്നവര് അവരെ ഷെപ്പേർഡ് ബോയ്സ്, അവരെ ഇടയ ബാലകന്മാർക്ക് ദൂതം പറഞ്ഞു കൊടുത്തു. നിങ്ങളെ അതിന്റെ അടയാളം എങ്ങനെയാണ്? ലൂക്കോസ് 2-ാം അധ്യായത്തില് ശീലകളിൽ പൊതിഞ്ഞൊരു ശിശു, വേറെ ഒരു ശിശുക്കൾ ഇതുപോലെ പഴുതുണി പൊതിഞ്ഞ് കിടത്തപ്പെട്ടവനായിട്ട് കാണത്തില്ല. എന്ന യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിന്റെ ശരീരം, ഇന്ന് ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് സഭയാണ്. അപ്പം ക്രിസ്തുവിന്റെ ശരീരം വളരെ എളിയ സർക്കംസ്റ്റാൻസസിലായിരിക്കും കാണപ്പെടുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തില് നമ്മളത് വായിക്കുന്നത്. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ച് ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ശീലകളെ ചുറ്റി അവിടെ റാപ്ഡ് ക്ലോത്ത്സ്, ചെറിയ തുണി കഷ്ണങ്ങളിലൊക്കെ ചുറ്റി ഒരു പശുത്തൊട്ടിയില് ഈ പശുക്കളും മൃഗങ്ങളും ഒക്കെ അവരുടെ ലഞ്ച് ബോക്സ് ആയിട്ടുള്ള തൊട്ടിക്കകത്ത് കിടത്തി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഷെപ്പേർഡ്സ്, ഇടയന്മാരെ കുറിച്ച് നമ്മളോട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അടയാളമോ, 12-ാമത്തെ വാക്യം ലൂക്കോസ് 2-ന്റെ 12-ാമത്തെ വാക്യത്തില് അവിടെ അതിന്റെ 10-ാമത്തെ വാക്യം മുതൽ അവിടെ സംഗീതത്തെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയാണ്. സ്വർഗീയ സംഗീതത്തെ കുറിച്ച് ദൂതന്മാരെ അവരുടെ ആ ഒരു സംഗീതം അവിടെ നമ്മള് 13-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിൽ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി അങ്ങനെ ഒരു പാട്ട് നമ്മളവിടെ കേൾക്കുക. ഗ്ലോറി ടു ഗോഡ്, അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പൊ അതിന് പറയുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഇസ്രായേലിലെ രാജാവ്, അതാ നിങ്ങൾക്ക് രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അതിന്റെ 11-ാമത്തെ വാക്യം, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു, ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമില്. നിങ്ങൾക്ക് അടയാളമോ? എന്താ അടയാളം? എന്താ? വലിയ മണിമാളികയിലല്ല, മറിച്ച് യേശുവിന്റെ ശരീരം, യേശുവിന്റെ ആദ്യ ശരീരമായിരുന്നു ആ ഭൗതിക ശരീരം, കുഞ്ഞായിട്ട് അവിടെ പശുത്തൊട്ടിയിൽ അടങ്ങിക്കിടന്ന കർത്താവ്. ഇന്ന് കർത്താവിന്റെ 2-ാമത്തെ ശരീരമാണ് ആത്മീയ ശരീരമായ സഭ. അത് എവിടാ? അതിന്റെ അടയാളം എന്താ? ഇന്ന് യഥാർത്ഥത്തിലുള്ള സഭ എളിയ ലോലി സർക്കംസ്റ്റാൻസസിലാണ് അത് രൂപപ്പെടുന്നത്.
എന്നാൽ ഓഫ് കോഴ്സ് നമുക്ക് കൂടുതൽ ആൾക്കാരും കൂടുതൽ സൗകര്യങ്ങൾ, കൂടുതൽ ആൾക്കാരെ ഫെസിലിറ്റി ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യത്തിന് നമുക്ക് അതിന് തക്കമുള്ള വലിയ ഹോളും കാര്യങ്ങളും ഒക്കെ പണിയുന്നതിന് തെറ്റില്ല. അത് വേണ്ട ഇടത്ത് വേണ്ട ഇടങ്ങളിൽ എന്ന് എന്താ അതിന്റെ ആരംഭം നമ്മൾ നോക്കുമ്പോൾ ശീലകളെ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അത് അടയാളം, അതാണ് യേശുവിന്റെ ശരീരം കാണപ്പെടുന്നതിനുള്ള അടയാളം. എന്നാൽ അത് ഇടയന്മാർക്ക് കാര്യങ്ങൾ കത്തി, ഇളയന്മാർക്ക് കാണാൻ പറ്റി. എന്നാൽ ആ ഒരു കാഴ്ച ആർക്ക് കാണാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാല് ജ്ഞാനികൾക്ക് കാണാൻ പറ്റിയില്ല. നമ്മളത് സംഘടന നമ്മൾ കേട്ടിട്ടുണ്ട്. ജ്ഞാനികൾ വലിയ ജ്ഞാനമൊക്കെ ഉണ്ടായിരുന്നു. അവര് ജ്ഞാനത്തോടെ ഈ സ്റ്റാറിനെയൊക്കെ പിൻപറ്റി, നക്ഷത്രം പിൻപറ്റി വന്നു. മത്തായി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അവർ ആ സ്റ്റാറിനെ തന്നെ പിൻപറ്റുമായിരുന്നെങ്കിൽ, ഫോളോ ചെയ്യുമായിരുന്നെങ്കിൽ അവർക്കും ഈ ഇടയന്മാരെ കണ്ടതുപോലെ യേശുവിനെ, ആ ശീലകളെ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന യേശുവിനെ അവർക്ക് കാണാൻ പറ്റുമായിരുന്നു. എന്നാൽ അവരെന്ത് ചെയ്തു? അവര് യെരുസലേമില് വന്നപ്പോഴത്തേക്കും രാജാവ്, ഇത്രയും ഞങ്ങൾ വന്നല്ലോ, അപ്പൊ ഇനിയിപ്പോ രാജാവ് അല്ലേ പിറന്നേക്കുന്നത്. ഇപ്പൊ രാജാവ് പിന്നെ എവിടെ പിറക്കുന്നത്? രാജാവ് രാജകൊട്ടാരത്തിലല്ലേ പിറക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചെന്ന് രാജകൊട്ടാരത്തിലേക്ക് ചെന്ന് ചോദിക്കാന്ന് പറഞ്ഞ് ഈ ജ്ഞാനികള് ജ്ഞാനമില്ലാതെ എന്ന് രാജകൊട്ടാരത്തിൽ ചെന്ന് ചോദിച്ചപ്പോഴാണ് ഹെരോദാവിന് കാര്യങ്ങള്, പിന്നെ അവിടുത്തെ ശാസ്ത്രിമാർ, അവിടുത്തെ സ്ക്രൈബ്സ് ഒക്കെ ബത്ലഹേമില് പിറക്കും എന്നുള്ള കാര്യമൊക്കെ അവിടുത്തെ ചീഫ് പ്രീസ്റ്റ് ആൻഡ് സ്ക്രൈബ്സ്, 4-ാമത്തെ വാക്യം, യഹൂദയിലെ ബത്ലഹേമില് അവർ അവനോട് അവിടെ മഹാപുരോഹിതന്മാരെ ശാസ്ത്രന്മാരെയൊക്കെ കൂട്ടുകെട്ടി ചോദിക്കുമ്പോൾ ബത്ലഹേമിൽ ജനിക്കും എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ബത്ലഹേമിൽ ജനിക്കുന്നു പറഞ്ഞു കൊടുക്കുന്ന ശാസ്ത്രന്മാർക്കോ മഹാപുരോഹിതന്മാർക്കോ ആ ബത്ലഹേമിൽ ജനിക്കുന്ന രക്ഷകനെ കാണണമെന്നുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളൊന്നും ഇല്ല. അവർ ഈ കാര്യങ്ങളൊക്കെ ജ്ഞാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോ അത് കഴിഞ്ഞിട്ട് ജ്ഞാനികള് ഇത് പന്തിയല്ലെന്ന് മനസ്സിലായി. അവര് പിന്നീട് യേശുവിനെ എവിടെ ചെന്ന് കാണുന്നേ? നമ്മള് പലപ്പോഴും ഇനിയിപ്പോ ക്രിസ്മസ് കാലമൊക്കെ അടുത്ത് വരിക, ഡിസംബർ ആയി വരും. അപ്പൊ നേറ്റിവിറ്റി സീനിലുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നേറ്റിവിറ്റി പ്ലേയിൽ അവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഈ പശുത്തൊട്ടിയിൽ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ പൊതിഞ്ഞാണ് ഇടയന്മാര് കാണുന്നത്. എന്നാൽ ഈ ജ്ഞാനികള് കർത്താവിനെ കാണുമ്പോ പശുത്തൊട്ടിയിൽ പൊതിഞ്ഞല്ല കാണുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ആ സീൻ മിസ്സായി. അവർ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാ യേശുവിനെ കാണുന്നത്. എവിടെ കാണുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ 11-ാമത്തെ വാക്യത്തില് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. നമ്മളിവിടെ വായിക്കുന്നേ? ആഫ്റ്റർ കമ്മിങ് ഇൻ ടു ദ ഹൗസ്, ആ വീട്ടിൽ ചെന്ന്, അപ്പത്തേക്കും വീട്ടിലേക്ക് മാറ്റിയായിരുന്നു കർത്താവിനെ. ആ വീട്ടിൽ ചെന്ന് ഈ ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു, അവനെ ആരാധിച്ചു, വീണ് അവനെ നമസ്കരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പശുത്തൊട്ടിയിലല്ല അവനെ കണ്ടത്. പശുത്തൊട്ടിയിൽ കാണാനുള്ള ഭാഗ്യം ഷെപ്പേർഡ്സ്, ലോകപ്രകാര ജ്ഞാനികളൊന്നും തോന്നാത്ത ഈ ഇടയപാലകന്മാർക്ക് ദൈവം ആ വെളിപ്പാട് നൽകിയത്. എന്നാൽ ഈ ജ്ഞാനികൾക്കും ആ വെളിപ്പാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ നക്ഷത്രത്തെ പിൻപറ്റി വന്ന നക്ഷത്ര ദൈവവചനത്തിന് പ്രതീകമായിട്ട് അവര് പ്രകാരം തന്നെ പോകുമായിരുന്നെങ്കിൽ യേശുവിനെ അങ്ങനെ കാണാമായിരുന്നു. എന്നാൽ അവർക്ക് ആ സീൻ മിസ്സായി. അവർ പിന്നെ യേശുവിനെ പശുത്തൊട്ടിയിൽ നിന്നൊക്കെ മാറ്റി പിന്നെ വീട്ടിലേക്ക് മാറ്റിയതിന് ശേഷമാണ് അവര് കാണുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവര് സമയം കളഞ്ഞു, അവര് കൊട്ടാരത്തിൽ പോയി ടൈം വേസ്റ്റ് ചെയ്തു. അപ്പൊ ഇന്നും നമ്മുടെ വലിയ ജ്ഞാനമൊക്കെ ദൈവം പലതരത്തിൽ നമുക്ക് ഉണ്ടായിരിക്കും. എന്നാൽ കർത്താവിന്റെ ആ വചനപ്രകാരം നമ്മുടെ മുമ്പേ കർത്താവിന്റെ ആ ലീഡിങ് അനുസരിച്ച് പോകുന്നില്ലെങ്കിൽ യേശുവിന്റെ ശരീരമാകുന്ന സഭ എവിടെ പണിയപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇന്ന് മിസ്സായി പോകാം. കർത്താവിന്റെ സഭയാകുന്ന ശരീരത്തെ കാണുവാന് നമ്മളുടെ ഹൃദയ കണ്ണുകളെ ദൈവം തുറക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടുത്തെ സഭയെ അവിടുന്ന് പണിയുന്ന കൂട്ടം കർത്താവെ തലമുറയിൽ ഞങ്ങളുടെ ഈ കാലഘട്ടത്തിലെ കർത്താവെ അവിടുന്ന് പണിയുന്ന കൂട്ടം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ഭാഗമായിട്ട് തീരുവാനും മനുഷ്യ പാരമ്പര്യങ്ങളെയൊക്കെ ചവിട്ടിക്കളഞ്ഞ് അതിനൊക്കെ എടുത്ത് കുപ്പത്തൊട്ടി കളഞ്ഞ് കർത്താവെ അങ്ങയിലേക്ക് വരുവാന്, അങ്ങ് പണിയുന്ന ആ കൂട്ടത്തിന്റെ ഭാഗമായി തീരുവാന് കർത്താവെ ഈ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് അതിനുള്ള ഒരു വെളിപ്പാട് അങ്ങ് നൽകണം. ജ്ഞാനികളെയും വിധികളെയൊക്കെ മറച്ചു വെച്ച് അങ്ങ് ശിശുക്കൾക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നവർക്ക് സ്തോത്രം. കർത്താവെ അങ്ങനെയുള്ള അവിടുന്ന് പണിയുന്ന ആ ഒരു സഭയാകുന്ന ശരീരം അത് എത്ര എളിയ സാഹചര്യങ്ങളിലുള്ളതാണെങ്കിലും അതിനെ വിലമതിക്കുവാനും കർത്താവെ ആ സഭയ്ക്കായിട്ട് യേശു കർത്താവ് തന്റെ ജീവനെ കൊടുത്തതുപോലെ ആ സഭ പണിയുന്നതിനായിട്ട് ആ സഭ യഥാർത്ഥത്തിൽ ആ കർത്താവിന്റെ സഹോദരങ്ങളുടെ ആ ഒരു കൂട്ടം ഒരു ശരീരമായിട്ട് പണിയപ്പെടുവാനായിട്ട് കർത്താവെ ഞങ്ങളെ തന്നെ അതിനായിട്ട് ചെലവഴിക്കുവാനും കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ബാബിലോണിന്റെ ആത്മാവിൽ നിന്ന് സമ്പൂർണ്ണമായിട്ടും
വിടുതൽ പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. ഞങ്ങൾക്കും കർത്താവെ അതിനെക്കുറിച്ചുള്ള വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ പണത്തിന്റെയും മനുഷ്യമാനത്തിന്റെയും ജടിക സുഖങ്ങൾക്ക് പിന്നാലെയുള്ള ആ കാര്യങ്ങളിൽ ഉള്ള ഞങ്ങളുടെ ആ ജഡത്തിന്റെ ആ ഒരു രാഗമോഹങ്ങള് കർത്താവെ ആ കാര്യങ്ങളെ കുറിച്ച് അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് അധികമായിട്ട് വെളിപ്പാട് തന്ന് യേശു എന്ന ഏകപുരുഷനും നിർമ്മല കനികയായി വിവാഹ വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ കാന്തയായിട്ട് ഞങ്ങളതിനെ ഒരുക്കുവാൻ കർത്താവെ ഇവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ നിറച്ചാട്ടെ, അവിടുത്തെ പുനഃനാമത്തെ മുഹൂർത്തപ്പെടുത്തിയാട്ടെ. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ.